മഹാകവി കുമാരനാശാന്റെ ദേഹവിയോഗ ശതാബ്ദിയോടനുബന്ധിച്ച് ആശാൻ അക്കാദമി തിരുവനന്തപുരം കനകക്കുന്ന് ശ്രീ നാരായണ ഗുരു വിശ്വസംസ്കാര ഭവനിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. പ്രസ്തുത ചടങ്ങിൽ ശ്രീ ബിനോയ് വിശ്വം ഭദ്രദീപം കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചു. സമ്മേളനത്തിൽ പൂതങ്കോട് ഹരികുമാർ സ്വാഗതവും എം.ആർ. സഹൃദയൻ തമ്പി അധ്യക്ഷതയും, അനുസ്മരണ പ്രസംഗം എം.ആർ. തമ്പാനും, ഗുരുസാഗരം മാസിക എഡിറ്റർ സജീവ് കൃഷ്ണൻ മുഖ്യപ്രഭാഷണവും, ശ്രീകുമാർ വിചാരബിന്ദു, വി ദത്തൻ, ബി.ആർ. രാജേഷ് എന്നിവർ പ്രഭാഷണവും, ഒ.പി. വിശ്വനാഥൻ കൃതജ്ഞതാ പ്രസംഗവും നടത്തി. ചടങ്ങിൽ സംഘടിപ്പിച്ച കവിയരങ്ങിൽ പ്രമുഖ കവികൾ പങ്കെടുത്തു. ആളുകൾ ഒത്തുചേരുകയും ആശാൻ അക്കാദമി എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് രൂപം നൽകുകയും ചെയ്തു. വക്കം മാധവൻ സെക്രട്ടറിയായി, ശിരോമണി ഗോവിന്ദൻ സാർ, ആർ ശങ്കർ തുടങ്ങി മഹാന്മാരായ ആളുകൾ ഇതിന്റെ നേതൃത്വ നിരകളിൽ വരികയും ചെയ്തു. ദീർഘകാലം ശ്രീ എൻ കെ ദാമോദരൻ സാർ ഇതിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിയിരുന്നു. പ്രൊഫസർ സുശീലൻ സാർ ദീർഘകാലം ഇതിന്റെ പ്രസിഡന്റായും സെക്രട്ടറിയുമായും സേവനം അനുഷ്ഠിച്ചിരുന്നു. അങ്ങനെ ബഹുമുഖങ്ങളായ പരിപാടികൾ ആശാൻ അക്കാദമിയുടെ ഭാഗമായി ഈ തിരുവനന്തപുരം നഗര ആശാന്റെ ചരമവാർഷികവും ജന്മദിനവും എല്ലാം വർഷം തോറും ഇവിടെ ആശാൻ അക്കാദമി സംഘടിപ്പിച്ചു. ഈ വർഷത്തെ ആശാന്റെ ദേഹവിയോഗ ശതാബ്ദിയാണ് 2024 എന്ന് പറയുമ്പോൾ. ഈ 2024 ഒരുപാട് പ്രത്യേകതകളുണ്ട്. വൈക്കം ശതാബ്ദി, വൈക്ക ക്ഷേത്രത്തിൻ്റെ ചുറ്റും നടക്കുന്നതിന് വേണ്ടി പിന്നോക്ക ജാതിയിൽ മുതൽ ഈഴവരാതി പിന്നോക്കം വരുന്ന സമൂഹത്തിന് വൈക്കം ക്ഷേത്രത്തിൻ്റെ റോഡിൽ കൂടി നടക്കുന്നതിന് വേണ്ടി സമരം നടത്തിയതിൻ്റെ 100ാം ശതാബ്ദി വർഷമാണ്. അതേപോലെ 1924 ശ്രീനാരായണ ഗുരുദേവൻ ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് നടന്ന സർവമത സമ്മേളനം, ആ സമ്മേളനത്തിൻ്റെ ശതാബ്ദി വർഷമാണ്. ആശാൻ തന്നെ അവസാന കാലഘട്ടത്തിൽ രചിച്ച ദുരവസ്ഥ, അങ്ങനെ നോക്കിയാൽ ഒരുപിടി ശതാബ്ദികൾ കൂടി ഉൾക്കൊള്ളുന്ന ഒരു വർഷമാണ് ഈ 2024. ആശാൻ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ സമ്മേളനത്തിൽ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് അക്കാദമിയുടെ നിലവിലെ പ്രസിഡന്റ് പ്രൊഫസർ എം.ആർ. സഹൃദയൻ തമ്പി സാർ അവർകളാണ്. അദ്ദേഹത്തിന് ഔപചാരികമായി ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം രേഖപ്പെടുത്തുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാമെന്ന് സദയം സമ്മതിച്ചിട്ടുള്ളത് ശ്രീ ബിനോയ് വിശ്വം എം.പി. അവർകളാണ്. അദ്ദേഹം ഉടൻ തന്നെ ഇവിടെ എത്തിച്ചേരുന്നതാണ്. അദ്ദേഹം ആശാൻ അക്കാദമിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ്, ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ്. അദ്ദേഹം ഇന്ന് CPI എന്ന് പറയുന്ന സംഘടനയുടെ സെക്രട്ടറി പദം ഏറ്റെടുത്തിട്ട് കുറച്ചു നാളെ ആയിട്ടുള്ളൂ. അദ്ദേഹം ഉടൻ തന്നെ ഈ വേദിയിൽ എത്തിച്ചേരുന്നതാണ്. ആ മാന്യ അദ്ദേഹത്തിനും ആശാൻ അക്കാദമിയുടെ പേരിൽ ഹാർദമായ സ്വാഗതം രേഖപ്പെടുത്തുന്നു. ഈ സമ്മേളനത്തിൽ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് ഡോക്ടർ എം.ആർ. തമ്പാൻ സാർ അവർകളാണ്. അദ്ദേഹവും ഇവിടെ എത്തിച്ചേരാമെന്ന് സദയം സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹവും ഒരു ബഹുഭാഷാ പണ്ഡിതൻ കൂടിയായ ഡോക്ടർ എം.ആർ. തമ്പാൻ അവർകളെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് ശ്രീ സജീവ് കൃഷ്ണൻ അവർകളാണ്. അദ്ദേഹം ഗുരുസാഗരം മാസികയുടെ എഡിറ്ററാണ്. ഇത്തവണത്തെ അദ്ദേഹത്തിൻ്റെ ഗുരുസാഗരത്തിൽ ആശാന്റെ ഒരു സ്പെഷ്യൽ പതിപ്പായിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. വളരെ അർത്ഥവത്തായ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചു വരുന്ന ശ്രീ സജീവ് കൃഷ്ണൻ സാർ, അദ്ദേഹവും ആശാൻ അക്കാദമിയുടെ വേദികളിൽ ധന്യത പകരുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിനും ഈ വേദിയിലേക്ക് ഹാർദമായ സ്വാഗതം രേഖപ്പെടുത്തുന്നു. ഈ സമ്മേളനത്തിൽ പ്രഭാഷണം നടത്താമെന്ന് സദയം സംബന്ധിച്ചിട്ടുള്ള ശ്രീ വി ദത്തൻ അവർകളാണ്. അദ്ദേഹവും കൃത്യമായി തന്നെ ഇവിടെ എത്തിച്ചേരുകയുണ്ടായി. ശ്രീ ദത്തൻ സാറിനും ആശാൻ അക്കാദമിയുടെ പേരിൽ ഹാർദമായ സ്വാഗതം രേഖപ്പെടുത്തുന്നു. തുടർന്ന് പ്രഭാഷണം നടത്തുന്നത് ശ്രീ ശ്രീകുമാർ വിചാരബിന്ദു അവർകളാണ്. അദ്ദേഹവും ആശാൻ അക്കാദമിയുടെ വേദികളിൽ പങ്കെടുക്കാറുണ്ട്. അദ്ദേഹത്തിനും ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം രേഖപ്പെടുത്തുന്നു. ശ്രീ ബി.ആർ. രാജേഷ്, അദ്ദേഹവും ആശാൻ അക്കാദമി സംഘടിപ്പിക്കുന്ന എല്ലാ പരിപാടികളിലും പങ്കെടുക്കുകയും ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ശ്രീനാരായണ ദർശന സപ്താഹം എന്ന പേരിൽ ശ്രീനാരായണ ഗുരുദേവ കൃതികളെക്കുറിച്ചുള്ള ഒരു പഠനം
ഇവിടെ 7 ദിവസങ്ങളിലായി നടത്തുകയുണ്ടായി. അതിന് ചുക്കാൻ പിടിച്ച അദ്ദേഹമാണ്. നല്ല ഒരു പ്രഭാഷകൻ കൂടിയായ ശ്രീ BR രാജേഷ് അവർകളെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം രേഖപ്പെടുത്തുന്നു. ഈ സമ്മേളനത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നത് ശ്രീ OP വിശ്വനാഥൻ അവർകളാണ്. അദ്ദേഹം ആശാൻ അക്കാദമിയുടെ വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹത്തിനും ഹാർദമായ സ്വാഗതം ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ഈ സമ്മേളനം സശ്രദ്ധം ശ്രമിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ സദസ്സിന് മുൻപിലിരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങൾ, അതോടൊപ്പം തന്നെ ഇവിടെ 2 മണി മുതൽ ആരംഭിച്ച കവിയരങ്ങ്, ആ കവിയരങ്ങിൽ സ്വാഗതം ആശംസിച്ച ശ്രീമതി ബഹള ബാബു, അധ്യക്ഷത വഹിച്ച ശ്രീമതി MT ഗിരിജകുമാരി, ഈ കവിയരങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ശ്രീ ദേശാഭിമാനി ഗോപി എന്നീ എല്ലാ വ്യക്തിത്വങ്ങൾക്കും ഈ വേദിയിലേക്ക് ഹാർദമായ സ്വാഗതം രേഖപ്പെടുത്തുന്നു. ഈ ഹാളും അനുബന്ധ ഉപകരണങ്ങളും തന്ന് നമ്മെ അനുഗ്രഹിക്കുന്നത് ഈ ആശ്രമത്തിൻ്റെ സെക്രട്ടറി കൂടിയായ ശ്രീ സ്വാമി ബ്രഹ്മശ്രീ ശങ്കരാനന്ദ സ്വാമി അവർകളാണ്. സ്വാമിജിക്കും ആശാൻ അക്കാദമിയുടെ പേരിൽ ഹാർദമായ സ്വാഗതം രേഖപ്പെടുത്തുന്നു. എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. സഹൃദയരെ, വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാ സഹൃദയർക്കും എൻ്റെ വന്ദനം. ഇവിടെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ആശാൻ കൃതികളെക്കുറിച്ചുള്ള ഒരു പ്രഭാഷണം നടത്തണം എന്നുള്ളതാണ്. കാര്യക്രമം അനുസരിച്ച് അത് ഏകദേശം ഈ സമ്മേളനം സമാപിക്കുന്നതിനോടനുബന്ധിച്ചാണ് അത് ചെയ്യേണ്ടത്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഇവിടെ പറയുകയുണ്ടായി, ആശാന്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി അദ്ദേഹം അഹോരാത്രം പ്രയത്നിക്കുകയും അതിനുവേണ്ടി അദ്ദേഹം ഏറ്റെടുത്ത ഉത്തരവാദിത്വങ്ങളും ആ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന് സംഭവിച്ച മോഹഭംഗങ്ങളും എല്ലാം ഇവിടെ പറയുകയുണ്ടായി. മോഹഭംഗങ്ങളും മുഖസ്തുതികളും എല്ലാം സാധാരണ ഉണ്ടാകാറുള്ളതാണ് ജീവിതത്തിൽ. അതുതന്നെയാണ് ആശാന്റെ പ്രമേയത്തിൽ പലപ്പോഴും മുഴച്ചു നിൽക്കുന്നതും. അതുകൊണ്ട് വിശാലഹൃദയനായ സഹൃദയൻ തമ്പി സാർ ആ വിഷാദം മനസ്സിലൊതുക്കി വിങ്ങിപ്പൊട്ടണ്ട. ഇവിടുത്തെ എല്ലാവർക്കും, ഈ സഹൃദയ സദസ്സിനത് മനസ്സിലാകും. അതിനൊരു പരിഹാര മാർഗവും അവർ കാണും എന്ന് തന്നെയാണ് ഞാൻ ആശിക്കുന്നത്. ആശാൻ എന്ന മഹാപ്രതിഭയുടെ മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമുക്കൊരു വിഹക വീക്ഷണം നടത്തിയാൽ അത് സന്ദർഭത്തിന് തികച്ചും യോജിച്ചതായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാനിവിടെ പറയുവാനായി ആഗ്രഹിച്ചിരുന്നത്, ആശാനെ സംബന്ധിച്ചിടത്തോളം നാം പൊതുസമൂഹവും വായനാ സമൂഹവും എത്രമാത്രം കടന്നു ചിന്തിച്ചിട്ടുണ്ട്. കവിത ആസ്വദിക്കുക എന്നുള്ള ഒരു പ്രത്യേക താല്പര്യത്തിനുപരിയായി ആ കവിതയിൽ അന്തർലീനമായിരിക്കുന്ന ഭാവസാന്ദ്രത എത്രമാത്രമുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കുവാൻ സാധിച്ചു. വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ തന്നെ ഈ ഭാവസാന്ദ്രതയിലേക്ക് അവരെ കൊണ്ടുവന്നില്ല എങ്കിൽ ഒരു വീണപൂവും ഭാവുഷ്പവും ഒരു നളിനിയും ലീലയും ആയി അത് ഓർമ്മയുടെ ചവിറ്റുകുട്ടയിലായി പോകുമോ? സാഹിത്യലോകത്തിനുള്ള അപാരമായ സംഭാവനകളെ അതിൻ്റെ മൂല്യത്തിനൊത്ത സ്ഥാനത്തിരുത്താൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളത് അർത്ഥശങ്കയ്ക്കില്ല ഇടയില്ലാതെ നാം ഉറപ്പുവരുത്തേണ്ടത് ആവശ്യം തന്നെയാണ്. ആശാന്റെ പല ചിന്തകളെയും നാം നോക്കുമ്പോൾ അത് ആ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ ഉപനിഷത്ത് രഹസ്യങ്ങളെയും വേർസത്യങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് ഭക്തിസാന്ദ്രമായ രീതിയിലോ വികാരസാന്ദ്രമായ രീതിയിലോ സൗന്ദര്യസാന്ദ്രമായ രീതിയിലോ അർത്ഥസമ്പുഷ്ടമായ രീതിയിലും അതിനെ സഹൃദയ സമക്ഷം വയ്ക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൽ കാണുന്ന പ്രത്യേകത. ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഖ്യൻ ആശാൻ ആശയഗംഭീരൻ, വള്ളത്തോൾ ശബ്ദസുന്ദരൻ KC
മൂന്നും തികഞ്ഞവൻ എന്ന് പറയുമ്പോൾ ഉള്ളൂരിന്റെ ഉജ്ജ്വല ശബ്ദാഠ്യത്തിന് നാം വളരെയധികം പണിപ്പെടേണ്ടി വരും അതിന്റെ ഉളറകളിലേക്ക് എത്തിച്ചേരാൻ. വള്ളത്തോളിന്റെ ശബ്ദ സൗന്ദര്യം നമുക്ക് വളരെയധികം രസിക്കാവുന്നതേ ഉള്ളൂ. വെണ്ണതോൽക്കുമുടലിൽ സുഗന്ധിയാം എണ്ണ തേച്ചരയിൽ ഒറ്റ മുണ്ടുമായി തിണ്ണമേൽ അമരുന്നതാകി മുക്കണ്ണനേകി കണ്ണിനൊരു ഉത്സവം എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതലൊന്നും ചിന്തിക്കേണ്ടതില്ല. ആരാണ് വെണ്ണതോൽക്കുമുടലിന്റെ ഉടമ? അതിന്റെ സൗഷ്ഠവത എന്താണ്? മുക്കണ്ണൻ ആരാണ്? മുക്കണ്ണൻ എങ്ങനെയാണ് ആ ഒരു ആസ്വാദ്യ ഭംഗി ഉണ്ടാകുന്നത്? മുക്കണ്ണൻ ശിവൻ അല്ലെങ്കിൽ സർവസംഹാര രുദ്രൻ. അദ്ദേഹത്തിന് അനുരാഗം ഉണ്ടാക്കത്തക്കവണ്ണമുള്ള ഒരു അങ്കലാവണ്യം, ആ തേജസ്സും ആ സൗന്ദര്യബോധവും ഉണ്ടായതിനു ശേഷം അങ്ങനെ ഒരു രംഗം സൃഷ്ടിക്കുവാൻ ശബ്ദ സൗന്ദര്യത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ആ ശബ്ദ സൗന്ദര്യത്തിന് ഇത്രമാത്രം ലാവണ്യമുള്ളതായി തോന്നുന്നത്. ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഠ്യം തന്നെയാണ്. ആശാന്റെ ആശയ ഗാംഭീര്യത്തിനാണ് കൂടുതൽ മുഴച്ചു നിൽക്കുന്നത്. കാരണം ഒരു പൂവ്, ഇവിടെ പലപ്പോഴും വീണപുഷ്പത്തെക്കുറിച്ചും അതിൻ്റെ ഭാവ തരളിതയെക്കുറിച്ചും അതിൻ്റെ ഭാവാത്മകതയെക്കുറിച്ചുമെല്ലാം സംസാരിക്കാറുണ്ട്. അതിൽ അന്തർലീനമായിരിക്കുന്ന ചില പ്രത്യേക ഗാഢ സൗന്ദര്യങ്ങൾ എത്രമാത്രം വലുതാണ് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഈ ഭാവസാന്ദ്രതയെക്കുറിച്ച് നാം സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നാം ചിന്തിക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു ഭാഗം, സാധിച്ചു വേഗം അഥവാ നിജജന്മകൃത്യം സാധിഷ്ടർ കോട്ടിഹ സദാനിശി പാന്തപാദം ബാധിച്ചു രൂക്ഷശില വാഴ്വതിൽ നിന്നും മേഘജ്യോതിസുതൻ ക്ഷണിക ജീവിതമല്ലേ കാമ്യം എന്ന വീണപൂവിലെ പ്രസക്തമായ പദ്യശകലം പലപ്പോഴും പ്രസ്താവിച്ച് കാണുന്നില്ല എന്നുള്ളതൊരു ദുഃഖസത്യം തന്നെയാണ്. പൂവിന്റെ അഭവഭംഗിയെയും അത് നക്ഷത്രജാലങ്ങളുമായി സംവദിച്ച ശേഷം ജീവിത രഹസ്യം എത്രമാത്രമുണ്ട് എന്നും ജീവിത ദുഃഖങ്ങൾ എത്രമാത്രമുണ്ട് എന്നും ജീവിത രഹസ്യം എന്താണെന്നും മറ്റും രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ നക്ഷത്രജാലങ്ങളുമായി ചർച്ച ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അതിസുന്ദരമായി വർണ്ണിക്കുന്ന ഭാഗങ്ങൾ പലപ്പോഴും ചർച്ചയ്ക്ക് വിധേയമാകുന്നു. ഏകദേശം 1969 കാലഘട്ടത്തിൽ ഇന്ന് അയ്യങ്കാളി ഹാൾ എന്നറിയപ്പെടുന്ന ശ്രീ അയ്യങ്കാളി ഹാൾ എന്നറിയപ്പെടുന്ന ആ BJT ഹാളിൽ ഒരു കവിയരങ്ങുണ്ടായിരുന്നു, കവി സദസ്സ് ഉണ്ടായിരുന്നു. ചമ്മനം ചാക്കോ, പ്രൊഫസർ PC ദേവസ്യ, മലയാറ്റൂർ രാമകൃഷ്ണൻ, കഷായം സുകുമാർ, ഞാൻ ഒരു കേൾവിക്കാരനായി വേദിയുടെ ഒരു സമീപത്തുണ്ട്. അവിടെ പ്രൗഢഗംഭീരമായ സദസ്സിൽ ശ്രീ പ്രൊഫസർ പുത്തൻകാവ് മാത്തൻ തരകൻ ഈ ഭാഗം വായിച്ച് അതിൻ്റെ അർത്ഥസമ്പുഷ്ടത എത്രമാത്രമാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ കൂടിയിരുന്ന ജനങ്ങളുടെ മനസ്സിൽ, അവിടെ കൂടിയിരുന്ന ശ്രോതാക്കളുടെ മനസ്സിലുണ്ടായ ഒരു വികാരത്തെക്കുറിച്ച് ഞാൻ പ്രസ്താവിക്കുവാൻ ആഗ്രഹിച്ചു. ഒരാൾ പ്രസംഗിച്ചു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം വേദി വിട്ട് പോയ പുത്തൻകാവ് മാത്തൻ തരകൻ സാർ ഇങ്ങോട്ട് വേദിയിലോട്ട് വരുന്ന സമയത്തിനിടയ്ക്ക് ശ്രോതാക്കളുടെ ഇടയിൽ അല്പം ശബ്ദകോലാഹലങ്ങളുണ്ടായി. ഘനഗാംഭീര്യനായ പുത്തൻകാവ് മാത്തൻ തരകൻ സാറിനെ ഇവിടെ എത്ര പേർ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, പലരും കണ്ടു കാണും. നേരിയത് ക്രോസ് ബെൽറ്റ് പോലെ ചുറ്റി ഒരു കെട്ടി വളരെ ഘനഗാംഭീര്യഭാവത്തിൽ നെഞ്ചു വിരിച്ചു നിൽക്കുന്ന പുത്തൻകാവ് മാത്തൻ തരകൻ സാർ ആമുഖമായി ഒന്നും പറയാതെ അദ്ദേഹം ആ സദസ്സിനെ നോക്കി പറഞ്ഞ വരികൾ, സാധിച്ചു വേഗം അഥവാ നിജജന്മകൃത്യം സാധിഷ്ട കോട്ടിഹ, പറഞ്ഞിട്ടൊന്ന് നിർത്തി. ആ സദസ്
വാസ്തവത്തിൽ എന്തൊരു നിശബ്ദതയിലേക്ക് പോയി എന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. സാധിഷ്ട കോട്ടിക അങ്ങനെ സാധിച്ചു ജീവിത സാഫല്യമുണ്ടായി, ജീവിതം എന്താണെന്ന് മനസ്സിലാക്കി, ജീവിതത്തിന്റെ ക്ലിഷ്ടതയും ജീവിതത്തിന്റെ സുഖവും അതിന്റെ സുഖാദുഃഖങ്ങൾ ഇഴകീറി ചിന്തിച്ചതിന് ശേഷം ജീവിതം എന്താണ്, ആരാണ് മനുഷ്യൻ, എന്താണ് മനുഷ്യന്റെ ജന്മ ഉദ്ദേശം, എന്താണ് മനുഷ്യൻ ജനിച്ചതിന്റെ പരമമായ ഉദ്ദേശം എന്നുള്ളത് മനസ്സിലാക്കിയ കുറെ പേർ കോട്ടിക, അവർ കോട്ടെ. പിന്നെയും കുറെ പേര് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, വയസ്സും പ്രായമെല്ലാം കഴിഞ്ഞ് ഉത്തരവാദിത്തങ്ങളും എല്ലാം കഴിഞ്ഞു എന്ന് ധരിച്ചിട്ടും വീണ്ടും പോകാതെ കുറെ പേർ അള്ളിപ്പിടിച്ചിരിക്കുന്നുണ്ട്. സാധിഷ്ടർ കോട്ടിഹ സദാ നിശിപാതപാദം ബാധിച്ചു രൂക്ഷശില വാഴുവതിൽ നിന്ന് രാത്രിയിൽ നടന്നു പോകുന്ന പാവപ്പെട്ട കാൽനടക്കാരന്റെ പാദത്തെ മുറിവേൽപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന രൂക്ഷശില, ചെറിയ രൂക്ഷശില, കൂർത്ത കല്ല്, എത്രയോ കൊല്ലമാണ് അത് നിൽക്കുന്നത്. ബാധിച്ചു രൂക്ഷശില വാഴുവതിൽ നിന്നും മേഘജ്യോതിസ്തൻ ക്ഷണിക ജീവിത മല്ലികാമ്യം. അങ്ങനെ ഒരു ശില അവിടെ കിടപ്പുണ്ട്, അതിൽ തട്ടി കാല് മുറിയരുത്, ജീവിതം പാഴാക്കരുത് എന്ന് പറയുന്ന ഒരു നിമിഷം മാത്രം നിലനിൽക്കുന്ന, ഒരു നിമിഷം മാത്രം ജീവിത ദൈർഘ്യമുള്ള ആ മിന്നൽ പിണറിന്റെ ഔന്നത്യം എത്രമാത്രമാണ് എന്ന് പറയാൻ പുത്തൻകാവ് മാത്തൻ തരകൻ സാറിന് ഈ ഭാവനാ വൈഭവം കൊണ്ട് സാധിച്ചത് വാസ്തവത്തിൽ കുമാരനാശാനിൽ അടങ്ങിയിരുന്ന, കുമാരനാശാൻ ഉദ്ദേശിച്ചിരുന്ന ആ ഭാവസാന്ദ്രത മുഴുവനായി ആ ശ്രോതാക്കളുടെ മുൻപിൽ അദ്ദേഹത്തിന് അതിൻ്റെതായ മികവോടെയും അതിൻ്റെതായ ഗാംഭീര്യത്തോടെയും പറയാൻ സാധിച്ചത് കൊണ്ടാണ് എന്ന് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ ആശാന്റെ കൃതികളെ നാം ഓരോന്നോരോന്നായി പരിശോധിക്കാൻ പോവുകയാണ് എങ്കിൽ അതിന്റെ അർദ്ധഗാംഭീര്യവും അതിന്റെ സാന്ദ്രതയും അതിന്റെ സുഖശീതളിമയും ഹഠാത് ആകർഷിക്കുമെന്നുള്ളതിന് ഒട്ടും തന്നെ സംശയിക്കേണ്ടതില്ല. വീണപൂവിന്റെ ആ സത്തയിലേക്ക് നാം കടന്നു ചെല്ലുമ്പോഴും വീണപൂ മാത്രമല്ല, ആശാന്റെ മുഴുവൻ കൃതികളെയും നാം ഒരു അവലോകനത്തിൽ പാത്രമാക്കുകയാണെങ്കിൽ മുഴച്ചു നിൽക്കുന്ന ഏറ്റവും സാന്ദ്രമായ, ഏറ്റവും സമ്പുഷ്ടമായ ആശയം മൃത്യുബോധത്തിന്റെ സങ്കലനം. മൃത്യുവും ബോധവും, ജീവനും മൃത്യുവും തമ്മിലുള്ള ആ വലിയ ആശയത്തിന്റെ, ആ ഉപനിഷത്ത് രഹസ്യത്തിന്റെ അർത്ഥസമ്പുഷ്ടതയാണ് അവിടെ പലപ്പോഴും കാണുന്നത്. ആ അർത്ഥസമ്പുഷ്ടത എപ്പോൾ മുതൽ തുടങ്ങി എന്ന് ചോദിച്ചാൽ അത് വസന്തതിലക വൃത്തത്തിൽ ആശാൻ വീണപൂ എഴുതി അത് ഭാഷാഭൂഷണിയിലും മിതവാദിയിൽ ആദ്യവും ഭാഷാഭൂഷണിയിൽ പിന്നെയും പ്രസിദ്ധീകരിച്ചതിന് ശേഷം വായനക്കാരിലൂടെ ഉടലെടുത്ത ഒരു പ്രത്യേക ജിജ്ഞാസ തന്നെയായിരുന്നു. ആ ജിജ്ഞാസയെ കാരണം അന്ന് വരെയും നമ്മുടെ സാഹിത്യ ലോകത്തെ നാം ഒരു അപഗ്രഥത്തിന് പാത്രമാക്കിയാൽ നമുക്ക് മനസ്സിലാകും മൃത്യുബോധം എന്ന ഒരു സങ്കേതം അതുവരെയും ഉണ്ടായിരുന്നു. അതുവരെയും പലപ്പോഴും ഉണ്ടായിരുന്നത് അതികഠിനങ്ങളായ ആശയങ്ങളെ, അർത്ഥസമ്പുഷ്ടമായ ആശയങ്ങളാണെങ്കിൽ പോലും സാധാരണ മനുഷ്യന് വായിച്ചാൽ കൃത്യതയോടുകൂടി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു വലിയ നിഘണ്ടുവിന്റെയോ ശബ്ദധാരാവലിയുടെയോ സഹായത്താൽ അല്ലാതെ പലപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കാത്ത ക്ലിഷ്ടതരമായ ഗഹനകരമായ കാര്യങ്ങളെ പറഞ്ഞു വയ്ക്കുന്ന സാഹിത്യകാരന്മാരാണ് ഉണ്ടായിരുന്നത്. ചന്തുമേനോന്റെ ഇന്ദുലേഖ വാസ്തവത്തിൽ ഒരു ലക്ഷണമിട്ട നോവൽ തന്നെയാണ്, നോവൽ സാഹിത്യത്തിന്റെ നാഴികക്കല്ല് തന്നെയാണ് എന്ന് പറയാം. 1889 ആണ് അത് രചിക്കപ്പെട്ടത്. എന്നിട്ട് 1891 CV രാമൻപിള്ള അദ്ദേഹം മാർത്താണ്ഡവർമ്മ രചിക്കുകയുണ്ടായി. അതിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ നോക്കിയാൽ അല്പം കഠിനമാണെന്ന് തോന്നുന്നു. മുള്ളുമുരുടെ മൂർഖൻ പാമ്പും കല്ലുകരുടെ കാഞ്ഞിരക്കുറ്റിയും സിംഹവ്യാഘ്ര ജടിലമായ ഘോര വനവും മറ്റും വർണ്ണിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും
ഈ താഴെ വെച്ചിട്ട് പോയി കളഞ്ഞാൽ ഓടിക്കളഞ്ഞാൽ എന്തെന്ന് തോന്നിപ്പോവും. അത്രമാത്രം ഭാവനാ സമ്പന്നവും അതേസമയം കഠിന ഭാഷയുമായിരുന്നു അവയിലെല്ലാം ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഐന്ദ്രിക വിഷയങ്ങൾ, ഇന്ദ്രിയ സംബന്ധമായ വിഷയങ്ങളെ കുറിച്ചുള്ള കവിതകളും ചില കലാസൃഷ്ടികളും ഉണ്ടാകാൻ തുടങ്ങിയത്. ഇന്ദ്രിയ വിഷയങ്ങളെ കുറിച്ചുള്ള കലാസൃഷ്ടികൾ എന്ന് പറയുമ്പോൾ അവിടെ എപ്പോഴും ശൃംഗാരഭാവത്തിനാണോ ഭാവം കൂടുതൽ എന്നുള്ളത് സംശയിക്കേണ്ട കാര്യമാണ്. അവിടെ ദൈനംദിന ജീവിതത്തിൽ ആഢ്യ സമുദായത്തിന്റെ മുൻപിൽ ശൃംഗാരഭാവത്തിനുണ്ടായിരുന്ന ഐന്ദ്രിക സൗഭഗത നാം കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ കുണ്ടൂർ നാരായണ മേനോന്റെ പാലാട്ട് കോമപ്പൻ എന്ന കവിത വായിച്ചാൽ നമുക്ക് കുറെയൊക്കെ മനസ്സിലാകും. ഊണം കഴിഞ്ഞ് ഇരവിലൊന്നു മുറുക്കി മിന്നൽ നാണിച്ചിടും മടവാരുമൊത്ത് മച്ചിൽ വാണിയിടും അപ്പോൾ എന്ന പച്ച മലയാളത്തിൽ എഴുതിയ കവിത വായിക്കുമ്പോൾ അതിനകത്തുള്ള ശൃംഗാര ഭംഗി, അതിനകത്ത് അല്പം പോലും ലൈംഗികതയോ അല്ലെങ്കിൽ അശ്ലീലമോ ഇല്ലാത്ത ഒരു ശൃംഗാര ഭംഗി അതിനകത്തുണ്ട്. ഊണം കഴിഞ്ഞ് ഇരവിലൊന്നു മുറുക്കി മിന്നൽ നാണിച്ചിടും മടവാരടുമൊത്ത് മച്ചിൽ വാണിയിടും അപ്പോൾ എന്ന ശൃംഗാരകാവ്യം പലപ്പോഴും അന്നത്തെ വായനക്കാർക്ക് ആഘാതം ഉണ്ടാക്കുന്നത് തന്നെയായിരുന്നു. എന്നാൽ വീണ പുതുപ്പൂവ് എന്ന ഖണ്ഡകാവ്യം അച്ചടിച്ചു വന്നപ്പോൾ സഹൃദയ ലോകത്തിനൊരു പുതിയ അനുഭവമായി മാറി. ശൃംഗാരവും അതികഠിനമായ ആശയസമ്പുഷ്ടതയും ഒന്നുമില്ലാതെ ലോകസത്യങ്ങളെ കൃത്യമായി വായനക്കാരുടെ മുൻപിൽ തരളിത ഭാഷയിൽ പറഞ്ഞു വയ്ക്കാനും വീണ്ടും വീണ്ടും ചിന്തിപ്പിക്കുവാനും പണ്ഡിത പാമരമെന്നെ അവ വായിക്കാനും ചൊല്ലി നടക്കാനും അത് ആസ്വദിക്കാനുമുള്ള ഒരു പ്രത്യേക അരങ്ങുണ്ടാക്കിയത് കുമാരനാശാൻ എന്ന മഹാകവിയിലൂടെ തന്നെയാണ്. അദ്ദേഹത്തിന്റെ മഹാകാവ്യങ്ങൾ ഖണ്ഡകാവ്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഒരു മഹാകാവ്യം എന്ന ലക്ഷണമൊത്തൊരു മഹാകാവ്യത്തിന്റെ ലക്ഷണങ്ങളിൽ ഒന്നും അത് നമുക്ക് പെടുത്താൻ പറ്റില്ല എങ്കിലും അതിന്റെ ഭാവോജ്വലതയും അതിന്റെ അർത്ഥസമ്പുഷ്ടതയും അത് നമുക്ക് പകർന്നു തരുന്ന പ്രത്യേക ഹൃദയവികാരങ്ങളും മറ്റും കണക്കാക്കുമ്പോൾ അത് തീർച്ചയായിട്ടും മഹാകാവ്യ പ്രസ്ഥാനത്തിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന മഹാകാവ്യ പ്രതിഭ തന്നെയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയേണ്ടി വരും. അദ്ദേഹത്തിന്റെ കാവ്യരചനയ്ക്കുള്ള ഒരു ഊർജം എവിടെ നിന്ന് ലഭിച്ചു എന്ന് നാം ചോദിച്ചാൽ, എന്ന് നാം തിരക്കിപ്പോയാൽ അത് അദ്ദേഹത്തിൽ അന്തർലീനമായിരുന്ന കാവ്യ സൃഷ്ടി വൈഭവം തന്നെയായിരുന്നു എന്നുള്ളതൊരു സത്യമാണെങ്കിൽ പോലും അതിന് ഒരു ആധ്യാത്മികതയുടെ ഉൾബലം കിട്ടാൻ കാരണം ശ്രീനാരായണ ഗുരുദേവനുമായുള്ള സമ്പർക്കം തന്നെയാണ്. അല്ലെങ്കിൽ ചില ശൃംഗാരകാവ്യങ്ങളും ചില സ്തോത്രങ്ങളും മറ്റും സ്തോത്രമാലകളും മറ്റും രചിച്ചിരുന്ന ഗുരുദേവന് കുമാരനാശാന് ശ്രീനാരായണ ഗുരുദേവന്റെ അഭൗമമായ ആധ്യാത്മിക തേജസ് ആവിഷ്കരിക്കാൻ സാധിച്ചത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇത്രമാത്രം ഉത്കൃഷ്ടമായ കാവ്യസൃഷ്ടികൾ നടത്താൻ സാധിച്ചത് എന്ന് സംശയം പറയുവാൻ സാധിക്കും. നാരായണ ഗുരുദേവന്റെ ഹൃദയത്തിൽ, നാരായണ ഗുരുദേവന്റെ ചിന്താമണ്ഡലത്തിൽ, നാരായണ ഗുരുദേവന്റെ വിചാരവീഥികളിൽ ഒരു നാഴികക്കല്ലായി നിൽക്കാൻ അദ്ദേഹത്തിന് കിട്ടിയ ഉത്തമ ശിഷ്യൻ കുമാരനാശാൻ തന്നെയാണ് എന്ന് ദൃഢനിശ്ചയമുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഡോക്ടർ പൽപുവിന്റെ കൂടെ ഉപരിപഠനത്തിനായി മൈസൂരിലേക്ക് അയച്ചത്. കുറച്ച് ദിവസം അവിടെ കഴിഞ്ഞപ്പോൾ പേഗുബാധ മൂലം അദ്ദേഹത്തിന് അവിടെ നിന്നും വിട്ടുപോയി മദ്രാസിൽ പോകേണ്ടി വന്നു. അവിടെയും നിൽക്കാൻ സാധിച്ചില്ല. അടുത്ത 2 കൊല്ലം കൽക്കട്ടയിൽ അദ്ദേഹത്തിന് കിട്ടിയ സൗഭാഗ്യങ്ങൾ തികച്ചും ദൈവഹിതം തന്നെയാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. കാരണം ആ ദൈവഹിതത്തിന്റെ ശീതളഛായയിലാണ് നാം ഇന്ന്. കൽക്കട്ടയിൽ വെച്ച് അദ്ദേഹം മഹാകവി
രവീന്ദ്രനാഥ ടാഗോറിനെ കാണുകയും വിവേകാനന്ദനെ കുറിച്ചുള്ള കൂടുതൽ അറിവ് നേടാൻ സാധിക്കുകയും ചെയ്യുകയും പിന്നെ നവോത്ഥാന നായകനായ ശ്രീ രാജാറാം മോഹൻ റായ് എന്ന യുഗപ്രഭാവനെ നിരന്തരം സന്ദർശിക്കുകയും അദ്ദേഹവുമായി സംവദിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് കവിഹൃദയത്തിൽ നവോത്ഥാനത്തിൻ്റെ വിത്തുകൾ ആദ്യമായി പാടി തുടങ്ങിയത്. കവിക്ക് ചെയ്യാൻ സാധിക്കാത്തതായി ഈ ലോകത്തൊന്നുമില്ല. ഏതാശയവും സഹൃദയന്റെ ഉള്ളിൽ സ്വാധീനം ചെലുത്തത്തക്ക രീതിയിൽ അക്ഷരഭംഗിയോടും ആശയഗാംഭീര്യത്തോടും പറയുവാൻ കവിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. എഴുതി വയ്ക്കുന്നത് വായിക്കാൻ, വായിച്ചത് വീണ്ടും വീണ്ടും വായിച്ച് അതിൽ രസം ഉദിപ്പിച്ച് അതിനെ വീണ്ടും സ്വായത്തമാക്കാനും ഉള്ള കഴിവ്, ആ പ്രത്യേക ഉദ്ബോധന ശേഷി കവിക്ക് മാത്രമേ ഉള്ളൂ. അത് കുമാരനാശാൻ ധാരാളം ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം SNDP യോഗം സെക്രട്ടറിയായി അദ്ദേഹം കവിഭാവനയുടെ വിഹായസിൽ ചിറകു വിടർത്തി പറക്കുവാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ കവിതയുടെ ആ ഭംഗിയെക്കുറിച്ച് ഞാൻ ആദ്യമേ ഓർമ്മിപ്പിച്ചിരുന്നു. അതിന് പലപ്പോഴും മൃത്യുബോധ സംബോധനം ആണ് അതിൽ മുഴച്ചു നിൽക്കുന്നത്. ആ മൃത്യുബോധ സംബോധനത്തിന്റെ ആ മൃത്യുവും ബോധവും, ജീവനും മൃത്യുവും, അത് കഴിഞ്ഞിട്ടുള്ള ജീവിതത്തിന്റെ ക്ലിഷ്ടതയും മൃത്യുവിന് മുമ്പുണ്ടാകുന്ന മാനസിക നിലയുമെല്ലാം വളരെയധികം അദ്ദേഹം വ്യാഖ്യാനിക്കുമ്പോൾ നാം തികച്ചും അത്ഭുതപ്പെടാറുണ്ട്. എങ്ങനെ ഇങ്ങനെയെല്ലാം പറയാൻ ഒരു കവിക്ക് സാധിക്കുന്നുവെന്ന്. വീണ പൂവ് വീണ് കിടക്കുന്നു. വളരെയധികം ഉത്തുംഗപദത്തിൽ പരിലസിച്ചിരുന്ന പൂവ് വീണ് കിടന്നു. പരിലസിച്ചിരുന്ന സമയത്ത് പൂവിന് അഭികാമ്യത ഷഡ്പദങ്ങളായ ശത്രശലഭങ്ങളോടായിരുന്നില്ല, ഭ്രമരവൈര്യനോടായിരുന്നു. ഭ്രമരവൈര്യന്റെ മൂളൽ കേൾക്കാനും ഭ്രമരവൈര്യന്റെ ആശ്ലേഷങ്ങൾ അനുഭവിക്കാനും കൊതികൊണ്ട പൂവ് വീണ് കിടന്നതിന് ശേഷം ഭ്രമരവൈര്യൻ വീണ്ടും ഒരു വിമർശനം നടത്തുമ്പോൾ പൂവ് വീണ് കിടക്കുകയാണ്. ആ ഘട്ടം വീണ് കിടക്കുന്നു. ഭ്രമരവൈര്യൻ അവിടെ ചുറ്റും പറന്നതിന് ശേഷം ദൂരേക്ക് പറന്നുപോയി. മൃത്യു വശഗതനായി കിടക്കുന്ന ആ പുഷ്പം മനസ്സിലാലോചിക്കുകയാണ്. മാലേറെയാണ് എങ്കിലും മനോഭിരാമം. വളരെയധികം മനസ്സിന് ദുഃഖമുണ്ട്. അല്ലയോ ഭ്രമരവൈര, ഞാൻ അത്യുംഗ പദത്തിൽ ശോഭിച്ചിരുന്നപ്പോൾ എന്റെ ചുറ്റും പാടി പടർന്നു നടന്ന് നീ ആസ്വദിച്ചിരുന്നു. ആ ആസ്വാദനം എല്ലാം എന്റെ വീഴ്ചയിൽ നീ മറന്ന് വീണ്ടും വേറെ ഏതോ പുഷ്പങ്ങളെ തേടി പോവുകയാണല്ലോ. ഭ്രമരവൈര എന്നാണ് അവിടെ കവി ആ ഭ്രമരത്തെ അഭിസംബോധന ചെയ്യുന്നത്. ഭ്രമരവൈര്യൻ എന്നെ ചതിച്ചു ഷഠൻ. പൂവിന് സഹിക്കുന്നില്ല. ഷഠൻ, അവൻ ഷഠനാണ്. എന്നെ ചതിച്ചിട്ട് അവൻ പോവുകയാണ്. വയ്യാതായ കാലത്ത് എന്നെ നോക്കാതെ അവൻ പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ അവൻ പോയതെങ്ങനെയാണ്? വീണ്ടും കുസുമാന്തരലോലനായി. അവിടെ ജീവിതത്തിന്റെ ചില പ്രത്യേക സങ്കേതങ്ങളെ കവി ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു കാലിടർച്ച കൊണ്ട് സംഭവിക്കുന്ന ആത്യന്തിക നഷ്ടമല്ല, അല്ലെങ്കിൽ ഒരു കാലിടർച്ച കൊണ്ട് ജീവിതത്തിൽ സംഭവിക്കുന്ന ചില പ്രത്യേക കഷ്ടനഷ്ടങ്ങളിൽ വീണ്ടും വീണ്ടും വേദന പൂണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടത്. മാനസികമായെങ്കിലും ഈ പ്രപഞ്ചത്തിന്റെ ആസ്വാദത കൃത്യമായി ആലോചിക്കുവാനും കൃത്യമായി ആസ്വദിക്കുവാനുമുള്ള കഴിവും മികവും സാധാരണ ജനങ്ങൾക്കും വായനക്കാർക്കും ഉണ്ടാകണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം പറയുന്നത് കുസുമാന്തര ലോലനായി എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. അതും വളരെയധികം എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. പിന്നെ ഉള്ള പല കാവ്യഭാഗങ്ങളെയും നാം സവിസ്തരം പരിശോധിക്കുകയാണെങ്കിൽ അനുമരണം എന്ന പ്രക്രിയ പലപ്പോഴും കാണാം.
ഒരു മരണം സംഭവിച്ചു കഴിയുമ്പോൾ ഒരു മരണത്തെക്കുറിച്ച് പറയുവാൻ പലപ്പോഴും കവികൾക്ക് വളരെയധികം വിമുഖതയാണുള്ളത്. കാരണം അതൊരു അശുഭ സന്ദർഭമാണ് എന്നാണ് പലരുടെയും വിചാരം. പക്ഷേ സുനിശ്ചിതം സംഭവിക്കേണ്ട ആ സംഭവത്തെ അല്ലെങ്കിൽ ആ പ്രത്യേക കാര്യത്തെ സവിസ്തരം കൃത്യതയോടുകൂടി പറയുമ്പോൾ അതിനെ നാം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, ഏത് രീതിയിൽ കൈകാര്യം ചെയ്താൽ ദുഃഖപൂർണമാണ് അത് എങ്കിൽ പോലും അതിനകത്തൊരു തിരുനാളം കൊളുത്താനുള്ള അവസരം കൂടെയുണ്ട് എന്ന് കവി വീണ്ടും വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒരു അനുമരണത്തിലേക്ക് പോകുന്ന പല സന്ദർഭങ്ങളും അദ്ദേഹത്തിന്റെ പല കവിതകളിലുമുണ്ട്. നളിനിയിലും ബാക്കിയുള്ള ലീലയിലും മറ്റും അനുമരണങ്ങൾ ധാരാളമായുണ്ട് എങ്കിൽ പോലും ആ മരണങ്ങളിലുള്ള വ്യഥ മനുഷ്യനെ വ്യഥയുടെ ആഴങ്ങളിലേക്ക് തള്ളിക്കളയരുത്. അവിടെ ഔന്നത്യത്തിലേക്ക് കടക്കാനുള്ള, ശാന്തിയിലേക്ക് കടക്കാനുള്ള ശ്രേണികൾ ധാരാളമുണ്ടോ എന്നും ആ ശ്രേണികളിലൂടെ വീണ്ടും സ്വസ്ഥതയിലേക്ക് കാൽവെക്കാനുള്ള ധൈര്യം എന്റെ വായനക്കാർക്കുണ്ടാകണമെന്നുമുള്ള നിശ്ചയബോധം കുമാരനാശാൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം, എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. ഇത്രയും എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം. നന്ദി, നമസ്കാരം. അധ്യക്ഷൻ ശ്രീ സഹദേവൻ തമ്പി, ശ്രീ ഒ പി വിശ്വനാഥൻ, ശ്രീ ഭൂതംകുളം ഹരി, ശ്രീ ദത്തൻ, ശ്രീ രാജേഷ്, ശ്രീ ഉമ, വേദിയിലെ സദസ്സിലെ എത്രയും ബഹുമാനികളെ, പല്ലനയാറ്റില് മഹാവികുമാരനാശാൻ ഒരു കൊഴിഞ്ഞ പൂവായി വീണ്ടിട്ട് ഒരു നൂറ്റാണ്ട് തികയുകയാണ്. പല സംഘടനകളും ഇപ്പോഴും വിവിധ സ്ഥലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ചരമശതാബ്ദി ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തന്നെ BSSൽ ഒരു മീറ്റിംഗ് കഴിഞ്ഞാണ് ഇവിടെ വരുന്നത്. ആദ്യമേ ആശാൻ കവിതകളുമായി കൂടുതൽ ആഴത്തിൽ പഠിക്കാനുണ്ടായ നിയോഗത്തെക്കുറിച്ചൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. 2013 പല്ലന ആശ്രമത്തിലെ പല്ലന സ്മാരകത്തിലെ അന്നത് ജീർണാവസ്ഥയിലായിരുന്നു. അതിനെക്കുറിച്ച് പഠിച്ച് നവീകരിക്കുന്നതിന് റിപ്പോർട്ട് സമർപ്പിക്കാൻ അന്നത്തെ സർക്കാർ ഉമ്മൻചാണ്ടി സർക്കാർ എന്നെ ചുമതലപ്പെടുത്തി. 3 മാസത്തെ കാലാവധി ഉണ്ടായിരുന്നെങ്കിലും 2 മാസം കൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കി കുമാരനാശാൻ ഇന്റർനാഷണൽ സെന്റർ ഫോർ കൾച്ചറൽ ലിറ്ററേച്ചർ ആൻഡ് ആർട്സ് എന്ന ഒരു മഹാസ്ഥാപനത്തിൻ്റെ, ഒരു തീർത്ഥാടന സ്ഥാപനത്തിൻ്റെ രൂപീകരണത്തിനുള്ള റിപ്പോർട്ട് കൊടുക്കുകയുണ്ടായി. അവിടുത്തെ MLA രമേശ് ചെന്നിത്തല മുൻകൈയെടുത്ത അതിലൊരു 1ാം ഘട്ടം പൂർത്തിയാക്കി. ഈയിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എൻ്റെ 2ാം ഘട്ടത്തിൻ്റെ നവീകരണം നടത്തിയതായി പറയും. അന്ന് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി അവിടെയുള്ള സാഹിത്യകാരന്മാരുടെ, നാട്ടുകാരുടെ പലരുടെയും യോഗങ്ങൾ വിളിക്കുകയും പലതവണ അവിടെ പോവുകയും ചെയ്തു. സത്യത്തിൽ ഞാൻ ഈ ആവശ്യത്തിന് വേണ്ടിയാണ് പല്ലനയിൽ ആദ്യമായി പോകുന്നത്. ആ പല്ലനയാർ, അപകടം നടന്ന പല്ലനയാറിൻ്റെ സ്ഥലം കണ്ടപ്പോൾ അത് ചെയ്യിച്ചു പോകും. കാരണം ഒന്ന് ശരിക്കൊരു മുളയുണ്ടെങ്കിൽ ഒന്ന് ഊന്നി അക്കരെ കിടക്കാവുന്ന വളരെ വീതി കുറഞ്ഞായിരുന്നു. ചില സ്ഥലങ്ങളിൽ വളരെ ആഴമുണ്ടെന്നാണ് പറയുന്നത്. നീന്തൽ പഠിച്ച നല്ല ആരോഗ്യമുള്ള ആശാൻ എങ്ങനെ മരിച്ചു എന്നാരും ആ സ്മാരകം കാണുമ്പോൾ ഒന്ന് സംശയിച്ചു. ഈ സംശയം എനിക്ക് മാത്രമല്ല, പലരും ഈ സംശയം പ്രകടിപ്പിക്കുകയും അതിനെക്കുറിച്ച് ഒരു അന്വേഷണ കമ്മീഷനെ അന്ന് നിയോഗിക്കുകയും ദുരവസ്ഥ എഴുതിയതിൻ്റെ പേരിലുള്ള വിരോധത്തിൻ്റെ പേരിൽ എന്തൊക്കെയോ ശത്രുക്കൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുകയുണ്ടായി. പക്ഷെ സ്നേഹത്തെക്കുറിച്ച് മാത്രം പാടിയിട്ടുള്ള സ്നേഹമാണ് അഖിലസാരമുഖിയിലെന്ന് പാടിയ വിചിത്ര വിജയത്തിലൂടെ സ്നേഹിക്കും നിന്നെ ദ്രോഹിക്കും ജനത്തെയും എന്ന് പാടിയ സ്നേഹഗായകനായ ആശാന ശത്രുക്കളുണ്ടെന്ന് അന്നും ഇന്നും വിശ്വസിക്കാൻ പ്രയാസമാണ്. 2ാമതൊരു നിയോഗമുണ്ടായത് ശ്രീ തമ്പിയെ പോലെ ഇവിടെ
തോന്നിക്കൽ ആശാസ്മാരകത്തിൽ ചെയർമാനായിട്ടിരിക്കാൻ ഒരു അവസരമുണ്ടായി. അന്നത് 2 ലക്ഷം രൂപയായിരുന്നു അന്ന് ഞങ്ങളുടെ ഗ്രാൻഡ്. അന്നാണ് ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടി പുസ്തക വിൽപ്പന തുടങ്ങിയതും നഴ്സറി തുടങ്ങിയതും അതുപോലെ മറ്റ് ഗ്രാമീണ മേള തുടങ്ങിയതും. എന്തായാലും അന്ന് കവാടം നിർമ്മിക്കാനും ആശാന്റെ വരും മാർക്കറ്റിൽ ഇല്ലാത്ത പല പുസ്തകങ്ങളും പുനഃപ്രസിദ്ധീകരിക്കാനും വിഭവോദയം മാസിക പുനരാരംഭിക്കാനും ഒക്കെ കഴിഞ്ഞു. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. മറ്റ് കവികളിൽ നിന്ന്, കവിത്രയത്തിൽപ്പെട്ട കവികളിൽ നിന്ന് പോലും വ്യത്യസ്തനാണ് മഹാകവി കുമാരനാശാൻ. ആവർത്തനവും വിവർത്തനവും കൊണ്ട് ഊഷരമായിരുന്ന മലയാള സാഹിത്യവേദിയിൽ അവതരണത്തിൽ, ബിംബകൽപ്പനയിൽ, ആഖ്യാനത്തിൽ എല്ലാം ഒരു നവഭാവുകത്വം നൽകിയ കവിയാണ്. അതുപോലെ സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയമെന്ന് ആക്ഷേപിച്ച ഈ നാടിനെ സാംസ്കാരിക കേരളമാക്കി മാറ്റിയ നവോത്ഥാന കവിയാണ് അദ്ദേഹം. ലീലയും നളിനിയും ഒക്കെ വായിച്ചിട്ട് ചില നിരൂപകർ അദ്ദേഹം മന്ദമുഖനാണെന്ന് പറയാറുണ്ട്. ശരിയാണ്, നളിനിയും ലീലയും വായിച്ചാൽ അങ്ങനെ തോന്നും. പക്ഷെ ദുരവസ്ഥ എഴുതിയ ആശാൻ സമൂഹത്തെ കാണുകയും സമൂഹത്തിന്റെ അനാചാരങ്ങൾക്കെതിരെ തൂലിക പടമളാക്കുകയും ചെയ്ത മുഖനായി മാറും. ആശാനുള്ള ഏറ്റവും വലിയ സവിശേഷത ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച സ്നേഹിതൻ പറഞ്ഞതുപോലെ വീണപൂവാണ്. ആദ്യം മലയാളത്തിലെ ആദ്യത്തെ ഭാവഗീതം. അതിനെക്കുറിച്ചും തർക്കമുണ്ടായിരുന്ന AR മലയാള വിലാസമാണ് ആദ്യത്തെ ഭാവകാവ്യം എന്ന ഒരു അഭിപ്രായഗതിയും ചില നിരൂപകന്മാരിൽ നിന്നുണ്ടായി. പക്ഷെ ലക്ഷണമൊത്ത ആദ്യത്തെ ഭാവഗീതം അത് വീണപൂവാണ്. നമ്മുടെ ലക്ഷണമൊത്ത മഹാകാവ്യമായി അരകത്ത് പത്മനാഭക്കുറുപ്പിന്റെ രാമേന്ദ്ര വിലാസത്തെ വിശേഷിപ്പിക്കുന്നത് പോലെ ലക്ഷണമൊത്ത ആദ്യത്തെ നോവലായി O ചന്ദ്രമേനോന്റെ ഇന്ദുലേഖയെ വിശേഷിപ്പിക്കുന്നത് പോലെ ഇന്ദുലേഖയ്ക്ക് മുമ്പും ഒരുപാട് നോവലുകൾ ഉണ്ടായിട്ടുണ്ട്. രാമേന്ദ്ര വിലാസത്തിന് മുമ്പും നിരവധി മഹാകാവ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ലക്ഷണമൊത്ത ഭാവഗീതം. ഭാവഗീതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനുഷ്യന്റെ വികാരങ്ങളായ ദുഃഖവും പ്രണയവും സുഖവുമെല്ലാം അക്ഷരങ്ങളുടെ കവിതകളിലൂടെ ആവിഷ്കരിക്കുക എന്നുള്ളത്. ഇതൊന്നുമല്ല മനുഷ്യ ജീവിതത്തിന്റെ ഉയർച്ചയും ഉദയവും അസ്തമയവും ഉയർച്ചയും താഴ്ചയും ഇതൊക്കെ പ്രതിപാദിക്കുന്നതാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിനെല്ലാം അതീതമായി ആധുനിക നിരൂപകർ MK ഹരികുമാറിനെ പോലുള്ളവർ പറയുന്നത് ഇത് ഒരു ബിംബകൽപ്പനയുമല്ല, വീണപൂവുമാണ്. വീണപൂവ് ഭൂമിയുടെ പുത്രിയാണ്. വീണപൂവിനെ വീണപൂവായി തന്നെ കാണണം. വീണപൂവ് ഭൂമിയിൽ നിന്ന് ജലം സ്വീകരിച്ചുകൊണ്ട് നക്ഷത്രങ്ങളോട് രാത്രിയിലെ ഇരുട്ടിനെ കീറിമുറിച്ചുകൊണ്ട് നക്ഷത്രങ്ങളോട് നേരിട്ട് സംവദിക്കുന്ന വീണപൂവിന് ബിംബകൽപ്പനയിലൂടെ കാണാതെ വീണപൂവായി തന്നെ കാണണമെന്ന് ആധുനിക നിരൂപകന്മാരും പറഞ്ഞു. അങ്ങനെ നിരവധി സവിശേഷതകളുള്ള കൃതി. ഇതിനെ കാൽപ്പനിക കവിത എന്നതിന് അതീതമായി, ആദ്യത്തെ ഭാവഗീതം എന്നതിന് അതീതമായി നിരവധി സവിശേഷതകളുള്ള ഒരു കൃതിയാണ് വീണപൂ. അല്ലെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ പ്രത്യാശയാണ്. ഒരു കവി, ഒരു സാഹിത്യകാരൻ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നവനായിരിക്കണം, സമൂഹത്തിന് ആശ കൊടുക്കുന്നവനായിരിക്കണം, പ്രത്യാശ കൊടുക്കുന്നവനായിരിക്കണം. ആശാൻ പ്രത്യാശ കൊടുക്കണം. പക്ഷെ ആശാനെ കുറിച്ചുള്ള നിരൂപകർ ചിലർ പറഞ്ഞിട്ടുള്ളത് ആശാന്റെ നായികമാരൊക്കെ ആത്മഹത്യ ചെയ്യുകയാണ്, ആശാന്റെ കാവ്യങ്ങളൊക്കെ വിലാപകാവ്യമാണ്. അത് തെറ്റാണ്. മരണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിലുള്ള വൈകല്യമാണത്. മരണത്തെക്കുറിച്ച് ആശാന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. മരണം ഒരു ദുഃഖമല്ല, ജനന്മ മുതൽ തന്നെ കൂടെയുള്ള ഒരു സുഹൃത്താണ്. മരണം നിത്യതയിലേക്കുള്ള ഒരു മാർഗമായിട്ടാണ് കാണുന്നത്. ആംഗലേയ കവിയായ ഷെല്ലി എഴുതിയിട്ടുണ്ട്, ഒരു സുഹൃത്ത് മരിച്ചപ്പോൾ അവൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു എന്നാണ്. മരണത്തെ ഒരു ഉണർവായിട്ടാണ് ആശാനെ പോലെ ഷെല്ലിയും കണ്ടിരിക്കുന്നത്. അതൊരു പക്ഷേ ആശാന്റെ സ്വാധീനമായിരിക്കാം. ആശാന്റെ സ്വാധീനം എല്ലാവരും, എല്ലാ നിരൂപകരും പറഞ്ഞിട്ടുള്ളത്, സജീവ് കൃഷ്ണൻ ചരിത്രം, ആശാന്റെ ചരിത്രം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പറഞ്ഞിട്ടുള്ളത് ബുദ്ധമതത്തിന്റെ സ്വാധീനം എന്നാണ്. ശരിയാണ്, ബുദ്ധമതത്തിന്റെ സ്വാധീനം ഏറെക്കുറെ ഉണ്ട്. കാരണം ഹിന്ദുമതത്തിലെ അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങളെല്ലാം കണ്ടുകൊണ്ട്, അതായത് ബ്രാഹ്മണനല്ലാതെ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ വേദങ്ങൾ കേട്ടാൽ അവന്റെ കാലത്തിൽ ഈയം ഉരുക്കി ഒഴിക്കണമെന്നും അവൻ വേദങ്ങൾ ഉച്ചരിച്ചാൽ അവന്റെ നാവ് പിഴുതെറിയണോ എന്നുള്ള പൈശാചികമായ വ്യവസ്ഥ ഹിന്ദുമതത്തിലുണ്ടായപ്പോൾ അതിനെതിരായിട്ടുണ്ടായ ഒരു വിസ്ഫോടനമാണ് ബുദ്ധമതം.
ഹിന്ദുമതത്തിൽ എല്ലാവർക്കും വിദ്യ അഭ്യസിക്കാനുള്ള അവസരമുണ്ടായിരുന്നു, എല്ലാവർക്കും വഴി നടക്കുവാനുള്ള അവസരമുണ്ടായിരുന്നു. അന്ന് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. എല്ലാവർക്കും വിദ്യ അഭ്യസിക്കാനുള്ള അവസരം ഉണ്ടായതുകൊണ്ടാണ് നളന്ദ, തക്ഷശില, നാദിയ തുടങ്ങിയ സർവകലാശാലകൾ ഇവിടെ ഉയർന്നു വന്നതും അതുപോലെ വിദേശങ്ങളിൽ നിന്ന് വിദ്യ തേടി ഇവിടത്തേക്ക് വിദ്യാർത്ഥികളെ പ്രവഹിക്കുകയും ചെയ്തുകൊണ്ട് വീണ്ടും ബ്രാഹ്മണാധിപത്യം ഉണ്ടായപ്പോൾ വീണ്ടും ചാതുർവർണ്ണ്യം ഇവിടെ വന്നു. അതിനെതിരായിട്ടുള്ള പ്രസ്ഥാനമാണ് നവോത്ഥാന പ്രസ്ഥാനം. 20-ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിലും 21-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലുമായി ഇന്ത്യയിൽ ഒരു നവോത്ഥാനമുണ്ടായി. ആ നവോത്ഥാനത്തിന് നേതൃത്വം കൊടുത്തത് ദയാനന്ദ സരസ്വതിയും സ്വാമി വിവേകാനന്ദനും മറ്റുമാണ്. പക്ഷെ അവർ ഹിന്ദുമതത്തിലെ സതിപോലുള്ള വരേണ്യവർഗത്തിന്റെ അനാചാരങ്ങൾ നിർത്താനാണ് അവർ മുൻകൈയെടുത്തത്. ഇവിടെ ദക്ഷിണേന്ത്യയിൽ, കേരളത്തിൽ ഉണ്ടായ നവോത്ഥാനം ചാവാലിപ്പട്ടിക്ക് പോലും വഴി നടക്കാൻ അവകാശമുണ്ടായിരുന്ന കാലത്ത് ദളിതനും ഭിന്നപ്പക്കാരനും വഴി നടക്കാൻ അവകാശമില്ലാത്ത അനാചാരത്തിനെതിരായി, മാറുമറയ്ക്കാൻ അവകാശമില്ലാത്തതിനെതിരായി, അതുപോലെ തന്നെ വിദ്യാഭ്യാസം ചെയ്യുന്നതിന് അവസരമില്ലാത്തതിനെതിരായി, 5 രൂപ ശമ്പളം കിട്ടുന്ന ജോലിക്ക് പോലും അംഗീകാരമില്ലാത്ത, അതിനുപോലും അവസരമില്ലാത്ത അവസ്ഥയ്ക്കെതിരായി ഉണ്ടായ ഒരു നവോത്ഥാനം, അനാചാരങ്ങൾക്ക് എതിരായിട്ടുണ്ടായ ഒരു നവോത്ഥാനം. ആ നവോത്ഥാനത്തില് ഗുരുദേവനെ ഏറ്റവും വലം കൈ എന്ന് പറയാവുന്ന കവി ആശാൻ കവിത കൊണ്ട്, സാഹിത്യം കൊണ്ട് ഇതിന് പോരാടി. ഗുരുദേവന് ആത്മീയതയുണ്ട്. ഗുരുദേവനും കവിയാണ്, മറ്റേത് കവിയേക്കാളും വലിയ കവിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ആത്മീയതയുടെ സൂര്യപ്രഭാവത്തിൽ കവിത്വം നമ്മൾ പലരും കാണാതെ പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെ വീണപൂവിലൂടെ, ആദ്യത്തെ ഭാവഗീതം എഴുതിയിട്ടുള്ള വീണപൂവിലൂടെ നമ്മുടെ ഒരു നവോത്ഥാനത്തിന് തുടക്കം കുറിക്കാൻ തന്നെ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഞാൻ കൂടുതൽ കൃതികളിലേക്ക് കിടക്കുന്നില്ല, കാരണം ഇനി ഏറെ പേര് സംസാരിക്കാറുണ്ട്. പക്ഷെ ആ തൂലിക പടവാളാക്കിയതുപോലെ സാമൂഹ്യ പരിവർത്തനം സംഘടനയും ആയുധമാക്കിക്കൊണ്ടുവിട്ട് സാമൂഹ്യ പരിവർത്തനത്തിന്റെ ചങ്കുലി ആദ്യമായി മുഴക്കിയ ആശാനാണ്. ആദ്യയുക്തമായ ഓർമ്മയ്ക്ക് മുമ്പിൽ മലയാളികൾ ഉള്ളിടത്തോളം കാലം, മലയാള ഭാഷ ഉള്ളിടത്തോളം കാലം കവിതകളിലൂടെ, ആശാന്റെ ക്ലാസിക് സൃഷ്ടികളിലൂടെ ആശാൻ എന്നും ജീവിക്കും. ദീപ്തമായ ഓർമ്മയ്ക്ക് മുമ്പിൽ നമിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി. ഉദ്ഘാടകൻ നാം പ്രതീക്ഷിച്ചതിനും അപ്പുറത്തേക്ക് കടന്നുപോയി. എങ്കിൽ പോലും അദ്ദേഹം നമ്മളുടെ സമ്മേളനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടന കർമ്മം നിർവഹിക്കാം. പ്രിയപ്പെട്ടവരെ,
വൈകിയത് ഒട്ടും മനഃപൂർവ്വമല്ല. ഓഫീസിൽ നിന്ന് പോരാൻ പറ്റില്ല. ഒരു വലിയ പ്രസംഗം ചെയ്യാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. ഇവിടെ വരിക, നിങ്ങളുടെ കൂടെ ആശാന്റെ മഹനീയമായ ശ്രമിക്കുമെങ്കിൽ ആളുകൾ ഒപ്പിക്കുക. അതിൽ കഴിഞ്ഞ വേറെ അധ്യക്ഷങ്ങളൊന്നും എനിക്കില്ല. ആശാൻ കവിതയെ പറ്റിയോ ആ കാലത്തെ പറ്റിയോ പുതിയ കാലത്തെ പറ്റിയോ ഒന്നും വലിയ പ്രസംഗം ചെയ്യാനുള്ള അവസ്ഥയുടെ ധ്യാനിപ്പോൾ ഉള്ളത്. എനിക്ക് വീണ്ടും തുടരാൻ തന്നെ പോകുന്നു. അതുകൊണ്ട് എവിടെയും ഞാൻ കൊടുത്തില്ല. കുമാരനാശാൻ എങ്ങനെയല്ല നമ്മുടെ നാടിൻ്റെ ജീവിതത്തെ പരിചയപ്പെടുത്തിയെന്ന് അറിയാത്തവരായി ഇവിടെ ആരും കാണാൻ കഴിയില്ല. ആശാന്റെ കവിതയുടെ ആഴം, സൗന്ദര്യം മാത്രമല്ല, അതിൻ്റെ ആഴം എത്ര കാലം കഴിഞ്ഞാലും മലയാളം മറക്കില്ല. നമ്മുടെ ഭാഷയുടെ സാധ്യതയെ മുഴുവൻ ഏറ്റുവാങ്ങിയിട്ടാണ് ആ ജീവിത കാലാവസ്ഥയുടെ എല്ലാ സംഘർഷങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് മനുഷ്യന്റെ മഹത്വത്തെ ഉയർത്തിക്കാണിക്കാനായി ആശാൻ ജീവിച്ചതും ആശാൻ പ്രവർത്തിച്ചതും ആ പ്രവർത്തനത്തിൽ ആശാൻ കവിതയെ ഒരു ഉപാധിയാക്കി മാറ്റിയതും എന്നും നമുക്കറിയാം. ആശാനൊരു വെറും ദന്തഗോപുരവാസിയായ കവിയല്ലായിരുന്നു എന്ന് പറയേണ്ടതല്ലോ. ഇത്തരം ശ്രീനാരായണ ഗുരുവിന്റെ വിപ്ലവകരമായ ആശയങ്ങളെ, ദർശനങ്ങളെ വഴികാട്ടിയായി സ്വീകരിച്ച സാമൂഹിക പരിഷ്കർത്താവായ പോരാളിയും കൂടിയായിരുന്നു. ആ പോരാട്ടത്തിൽ തൻ്റെ പാത കവിതയാണ് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവ് കുമാരനാശാനെ എത്രയും വലിയ ഒരു മനുഷ്യസ്നേഹിയായ മനുഷ്യനും അതുപോലെ തന്നെ കാലമൊരിക്കലും മറക്കാത്ത മഹാകവിയുമാക്കി തീർത്തത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ, ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്ന പച്ചയായ സത്യമാണ്. നാം ഈ വേളയിൽ അത് ഓർക്കുന്നു. റെഡീമർ ബോംബ് ദുരന്തത്തെപ്പറ്റി എത്രയോ പേർ എഴുതുകയും പറയുകയും ചെയ്തു. പക്ഷെ ആ ദുരന്തത്തിൽ ആശാൻ പൊഴിഞ്ഞുപോയ ആ ദിവസത്തിൻ്റെ ഓർമ്മയിൽ പലപ്പോഴും ആളുകൾ ഇന്നും സങ്കല്പപ്പെട്ട കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷമാണ് ഒരു ദിവസം വെറുതെ ചടങ്ങുമൊന്നും ഉണ്ടായിരുന്നില്ല, അവിടെ വെറുതെ പോയി. ആശാൻ കുമരകോടിയിൽ പോയിരുന്നു, ബോധപകടത്തിന്റെ ആ സ്ഥലത്ത്. ആൾക്കൂട്ടമോ ബഹളമോ മയക്കോ ഒന്നുമില്ലാത്ത ദിവസം ഉച്ചരെ ചെന്നപ്പോൾ അവിടെ എത്തിയ 3 ആളുകൾ, എല്ലാവരും ഒരു 70-ന്റെ അടുത്ത് നിൽക്കുന്നവരാണ്, അപ്പുറത്ത് നിൽക്കുന്നവരാണ്. അവര് ആശാനെ ഓർക്കാൻ വേണ്ടി വന്നതാണ്. അവിടെ വെറുതെ ഓർക്കാൻ വേണ്ടി അവിടെ വെച്ച് അറിയാൻ പരിചയപ്പെട്ടു. അപ്പൊ അവരുടെ വികാരങ്ങളെ പറ്റിയാണ് എനിക്ക് പറയാൻ തോന്നിപ്പോകുന്നത്. അവർ വന്ന് പറഞ്ഞത് സമയം കിട്ടുമ്പോഴൊക്കെ ഇവിടെ വരുന്നായിരുന്നു. എല്ലാ വർഷവും ഇന്ന് കൃത്യമായിട്ടല്ല, സമയം കിട്ടുമ്പോഴൊക്കെ, ചിലപ്പോൾ 2-4 വർഷം കൂടിയായിരിക്കാം. പക്ഷെ അവിടെ വരിക, ആശാനെ ഓർക്കുക, ആശാന്റെ കവിലോകത്തെപ്പറ്റി ഈ 3-4 ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക. തിരിച്ചു പോകുമ്പോൾ അവർ പറയുന്നത് എന്തെന്നില്ലാത്ത ഒരു അനുഭൂതി ഉണ്ടെന്നാണ്. അവർക്ക് ഒപ്പം കുറെ നേരം എഴുതുമ്പോൾ എനിക്കും തോന്നി അർത്ഥവത്തായ ഒരു പ്രസ്താവനയാണ് അവർ ചെയ്തത്. അത് ആശാൻ കവിതയുടെ ഒരു മാസ്മരികതയാണ്. ചിലപ്പോൾ ചിലരെ ചോദിക്കാറുണ്ട് ആശാന്റെ ആ പട്ടും വളയും വാങ്ങിച്ച പ്രവൃത്തിയുടെ ഗുണദോഷങ്ങളെ പറ്റി. ഇന്ന് സാന്യഭാഷ എഴുതിയിട്ടുണ്ട് ആ ചർച്ചയുടെ വിവിധങ്ങളായ സമീപനങ്ങളെ പറ്റി. എത്ര പട്ടും വളയും വാങ്ങിച്ചാലും ശരി, കുമാരനാശാൻ സമത്വത്തിന്റെ കവിയായിരുന്നുവെന്ന് കേരളം വിളിച്ചു പറയും. ജാതിജന്യമായ എല്ലാത്തരം ഉച്ചവിദ്യത്വങ്ങളെയും വെല്ലുവിളിച്ച പോരാളിയായിരുന്നു ആശാൻ. ആശാൻ ശരിക്കും പറഞ്ഞത് വേറൊരു രീതിയിൽ
വാളല്ല സമരായത്ത് വന്ന് തന്നെയായിരുന്നു. പിന്നീട് വയലാറത് കവിതയാക്കിയിട്ടുണ്ട്. വാളിന്റെ വഴിയിൽ കൂടിയല്ലാതെ ചിന്തയുടെയും ബോധ്യത്തിന്റെയും വഴിയിൽ കൂടിയാണ് ആശാൻ സഞ്ചരിച്ചത്. ആ ബോധ്യങ്ങളെ മനോഹരമായ കാവ്യ സ്വരൂപങ്ങളാക്കി മാറ്റിക്കൊണ്ട് ആശാൻ മലയാള കവിതയിലുണ്ടാക്കിയ പരിവർത്തനങ്ങളെ പറ്റി എത്ര കാലം പഠിച്ചാലും ആ പഠനം പൂർത്തിയാകില്ല. ആശാനെ പഠിക്കാൻ, ആശാൻ കവിതയെ പഠിക്കാൻ ശ്രമിക്കുന്ന ഏതൊരാൾക്കും ആശാൻ ഒരിക്കലും പൂർണ്ണമായും വിടുതലാത്ത പ്രേരണയാണെന്ന് ആശാന്റെ ജീവിതം വിളിച്ചറിയിക്കുന്നുണ്ട്. ആ മനുഷ്യൻ കടന്നു വന്ന ആന്തരികമായ സംഘർഷങ്ങളെ പറ്റിയും ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരുപാട് അത്ഭുതങ്ങളുണ്ടായിപ്പോകും. ആ അത്ഭുതങ്ങളെല്ലാം ഞാനിവിടെ കൈമാറാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്കുണ്ടായിട്ടുണ്ട്. ആശാന്റെ ജീവിതാനുഭവങ്ങളെ പറ്റിയുള്ള വായന അത് നമ്മളെല്ലാം ഇരുത്തി ചിന്തിപ്പിക്കും. കുമാരൻ ആശാൻ ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള പരസ്പര ബന്ധം, അമിതത്തിന്റെ ഗുരുശിഷ്യഭാവങ്ങൾ, അതോടൊപ്പം തന്നെ ചിലപ്പോൾ അവർ തമ്മിലുണ്ടായേക്കാവുന്ന സമീപനങ്ങളിലെ വൈരുദ്ധ്യങ്ങൾ, ഇതെല്ലാം പഠന വിഷയമാക്കാൻ പോയാൽ ആശാൻ എത്ര കാലം കഴിഞ്ഞാലും പിടികിട്ടാത്ത ഒരു പ്രഹേളികയിലേക്ക് നിൽക്കുമെന്ന് നമുക്ക് പറയാതിരിക്കാൻ തോന്നുന്നില്ല. ആ പ്രഹേളിക ആണ് കുമാരൻ ആശാൻ. പക്ഷെ ആ പ്രഹേളികയ്ക്ക് സങ്കീർണതയല്ല മുഖച്ഛായ, അതിന്റെ മുഖച്ഛായ സൗന്ദര്യാത്മകതയാണ്. ഓരോ കവിതയിലും ആശാൻ മറ്റാർക്കുമാകാത്തത്രയും ഭംഗിയായിട്ടാണ് ദൃശ്യങ്ങളും കാര്യങ്ങളും എല്ലാം പകർത്തി വെച്ചത്. ചിന്താവൃഷ്ടിയായ സ്ഥിതിയാകട്ടെ, വിളവുകളാകട്ടെ, വണ്ടിനോടാകട്ടെ, നളിനിയാകട്ടെ, കരുണയാകട്ടെ, അതെല്ലാം ആശാനെ കാണാം. ആശാന്റെ കാവ്യ ചാരുതയുടെ എല്ലാ മഹത്വവും അതിൽ കാണാം. ആശാൻ അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ജനകീയനായ മലയാള കവിയെന്ന് എത്ര കാലം കഴിഞ്ഞാലും നാം അദ്ദേഹത്തെ വാഴ്ത്താൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ സ്മരണ നമ്മൾ ഇന്ന് ആവശ്യപ്പെടുന്നത് നീതിക്ക് വേണ്ടിയുള്ള സമരത്തിൽ നമ്മുടെ എല്ലാ പങ്കും നാം വഹിക്കണമെന്നാണ്. ആ കൊടിവടം താഴ്ത്താൻ പാടില്ല. നീതിയുടെ സമരത്തിന്റെ ആ കൊടിവടം താഴ്ത്താതിരിക്കാൻ, നന്മയിലേക്കുള്ള യാത്രയിൽ മുന്നോട്ട് പോകാൻ ആശാന്റെ ഓർമ്മകൾ നമ്മളെല്ലാവരെയും കർമ്മോന്മുഖരാക്കും എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വളരെ ചെറിയ എൻ്റെ വാക്കുകളോട് ചുരുക്കുന്നു. നിങ്ങളുടെ എല്ലാ അനുമതിയോടുകൂടി ഞാൻ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇനി നമുക്ക് മുഖ്യ പ്രഭാഷണത്തിലേക്ക് കടക്കാം. ശ്രീ സജീവ് കൃഷ്ണനെ അതിനുവേണ്ടി വിനയപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്തേ. ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റുവയ്ക്കുക. കാരണം എഴുതുന്ന ആളാണ്, സംസാരിക്കാറുണ്ട്, ക്ലാസ് എടുക്കാറുണ്ട്. പക്ഷെ അതൊക്കെ അതിന് വേണ്ടിയിട്ട് ഇരിക്കുന്നവരുടെ കരുതി വരുന്നവർക്കിടയിലാണ് ഇപ്പോൾ അങ്ങനെ പരിമിതപ്പെട്ടു. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു പ്രസംഗം വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ പക്ഷേ സഹൃദയൻ തമ്പി സാറിനെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്തത്, OP പണ്ട് തൊട്ട് നമ്മുടെ സുഹൃത്തായതുകൊണ്ടൊക്കെയാണ് വന്നു ആ ചടങ്ങിലൊക്കെ പങ്കെടുത്തു. അത്രയും മതിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അധികം സമയം നമ്മൾ കളയേണ്ടതില്ല. ആശാനെ അനുസ്മരിക്കുക എന്ന് പറയുന്നത് നമ്മൾ നമ്മെ തന്നെ അനുസ്മരിക്കുന്നതിന് തുല്യമാണ്. അത് ആശാനെ കുറിച്ചിട്ടുള്ള ഒരു പുസ്തകം എടുത്തു വെച്ച് വായിച്ചാൽ തന്നെ നമുക്കൊരു അനുസ്മരണം. ഇന്നലെ രാത്രിയിൽ ഞാൻ ആശാന്റെ അന്ത്യത്തെ ഭാഗം ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്കുണ്ടായ ഗദ്ഗതം വളരെ വലുതായിരുന്നു. അതുകൊണ്ട് എനിക്ക് മുന്നോട്ട് വായിക്കാൻ പറ്റാണ്ടായിപ്പോയി. കാരണം ആശാനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് ആശാന്റെ ആ മരണം തന്നെയാണ്. അതുകൊണ്ടാണ് ഗുഡ് സാഗരത്തില് ആശാന്റെ ജീവചരിത്രം ആശാന്റെ മരണത്തിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ഒരു മരണം ഒരു സാഹിത്യകാരനും ഉണ്ടായിട്ടില്ല, ഒരു കവിക്കും ഉണ്ടായിട്ടില്ല.
ഇവിടെ എല്ലാവരും പറഞ്ഞു ആശാന്റെ ജീവിതം വളരെ ദുരൂഹമാണ്. ഉദ്ഘാടകനും പറഞ്ഞു ആശാന്റെ ജീവിതം വളരെ ദുരൂഹമാണ്, ആർക്കും പിടിതരാത്തതാണ്, ആ മരണം പോലും പിടിതരാത്തതാണ്. അപ്പൊ അവിടെ പറഞ്ഞു തുടങ്ങണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മരണത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞു തുടങ്ങി. മരണത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ വ്യവസ്ഥാപിതമായ കുറെ രീതികളുണ്ട്. വ്യവസ്ഥാപിതമായ രീതികളിൽ നിന്ന് വേറിട്ട് സഞ്ചരിക്കുന്ന ആളാണ് ആശാൻ. അതുകൊണ്ട് വ്യവസ്ഥാപിതമല്ലാത്തൊരു രീതി സ്വീകരിക്കണമെന്ന് വിചാരിച്ചു. ഞാനത് എനിക്ക് തോന്നുന്നു ആ ലക്കം എഴുതി തുടങ്ങി ആ ലക്കം ഒന്ന് വായിക്കാം. കുറച്ചു പേരെ ഉണ്ടെങ്കിൽ സാറില്ല, നിങ്ങൾ അത്രയും പേര് കേൾക്കുക. ഇതൊന്ന് മാറ്റി, അതായിരിക്കും നല്ലത്, പ്രസംഗത്തെക്കാൾ നല്ലത് അതൊന്ന് കേൾക്കുക. അന്ന് പല്ലണിയാറ്റിൽ സംഭവിച്ചതെന്ത്? 1924 ജനുവരി മാസം തീയതി 16 ആലപ്പുഴ ട്രാവൻകൂർ പ്രൊഡ്യൂസ് ആൻഡ് ഇൻഡസ്ട്രിയൽ കമ്പനിയിൽ ഒരാൾ തിരക്കിട്ടിരുന്ന് ലണ്ടനിലേക്ക് കത്തുകൾ തയ്യാറാക്കുകയാണ്. അയാളുടെ പേര് N. കൃഷ്ണൻ. ഇന്ന് ഉച്ചയോടെ അദ്ദേഹത്തിന്റെ ആരാധനാപുരുഷനായ മഹാകവി കുമാരനാശാൻ ഇവിടെ എത്തും. അദ്ദേഹത്തോടൊപ്പം കോട്ടയത്തിന് പോകണം. അവിടെ ഒരു യോഗത്തിൽ ആശാനൊപ്പം സംബന്ധിച്ചിട്ട് അവിടെ നിന്ന് നേരെ ആലുവയ്ക്ക് പോകണം. ആശാൻ നടത്തുന്ന ഓട്ട് കമ്പനിയുടെ ഒരു അടിയന്തര കാര്യം അവിടെയുണ്ട്. അതിനാൽ രാവിലെ തന്നെ കൃഷ്ണൻ കമ്പനിയിലെത്തി. പണികൾ മുഴുവൻ ഉച്ചയോടെ തീർക്കണം. ആശാൻ വന്നാൽ പിന്നെ ഒന്നിനും സാവകാശം ഉണ്ടാവില്ല. ആശാൻ ഇന്നലെ കൊല്ലത്ത് നിന്ന് രാത്രി ബോട്ടിന് പുറപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം കത്ത് വന്നത്. 3 ദിവസത്തെ സഹവാസമാണ് ആശാനോടൊത്ത് കിട്ടുക. അതിന്റെ ആഹ്ലാദത്തിലാണ് കൃഷ്ണൻ. ഇതേസമയം ആലപ്പുഴ നഗരത്തിൽ നിന്ന് സുമാർ 25 കിലോമീറ്റർ അകലെ പല്ലനയിൽ സംഭവിച്ചത്. അവിടെ ഒരു ബോട്ട് ദുരന്തം നടന്നിരിക്കുന്നു. രാവിലെ 6 മണിയായി. പോലീസുകാർ വന്നിട്ടുണ്ട്. ഹരിപ്പാട് നിന്ന് SI വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ റൈറ്റർ കൂടെയുണ്ട്. SI മഹസറിന്റെ ഫസ്റ്റ് ഇൻഫർമേഷൻ പറഞ്ഞു കൊടുക്കുക. 1924 ജനുവരി മാസം തീയതി 16 ഇന്നേ ദിവസം രാവിലെ 6 മണിക്ക് ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിൽ ഡ്യൂട്ടിയിലിരിക്കുന്ന സബ് ഇൻസ്പെക്ടർ നൽകുന്ന സാക്ഷി വിവരണം. സ്ഥലം പല്ലന. കൊല്ലം ദേശത്തെ ബോട്ട് ജെട്ടിയിൽ നിന്ന് ഇന്നലെ രാത്രി 9 മണിക്ക് പുറപ്പെട്ട റെഡിമർ എന്ന ഒരു ബോട്ട് ഇവിടെ ഹരിപ്പാട് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ പല്ലനയ്ക്കടുത്ത് തൃക്കുന്നപ്പുഴയിൽ മറിഞ്ഞു. ഒട്ടേറെ പേരെ കാണാതായിട്ടുണ്ട്. ബോട്ടിനുള്ളിൽ തിരുവിതാംകൂർ വഞ്ചി ഭൂപാല രാജ്യത്തെ പ്രശസ്തനായ മഹാകവിയും ഈഴവ സമുദായ നേതാവും SNDP യോഗത്തിന്റെ സ്ഥാപക ജനറൽ സെക്രട്ടറിയുമായ കുമാരനാശാൻ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് സംശയിക്കുന്നു. വിശദമായ പരിശോധനകൾ തുടരുന്നു. ആലപ്പുഴയിൽ നിന്ന് മുങ്ങൽ വിദഗ്ധർ എത്തുന്ന മുറയ്ക്ക് മുങ്ങിയവരുടെ പ്രേതങ്ങൾ കണ്ടെടുക്കാൻ സാധിക്കും. വിശദമായ റിപ്പോർട്ട് അതിനുശേഷം സമർപ്പിക്കുന്നതാണെന്ന് ഇതിനാൽ അറിയിക്കുന്നു. ഹരിപ്പാട് പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ഒരു ചെറിയ തടിക്കസേരയിൽ ഇരുന്ന് നിലത്ത് ചമ്രം പടിഞ്ഞ് പെൻസിൽ കൊണ്ട് കടലാസിൽ കുത്തിക്കുറിക്കുന്ന കോൺസ്റ്റബിളിന് പ്രഥമ വിവര റിപ്പോർട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. സംഭവം എന്തെന്നറിയാൻ ഓടിക്കൂടിയ ആളുകൾ കുമാരനാശാൻ എന്ന പേര് സർക്കിൾ ഇൻസ്പെക്ടറുടെ നാവിൽ നിന്ന് വീണപ്പോൾ അയ്യോ എന്ന് വിളിച്ചുപോയി. ഇൻസ്പെക്ടർ മുഖമുയർത്തി ജനക്കൂട്ടത്തെ രൂക്ഷമായി നോക്കി. അങ്ങോട്ട് മാറി നിൽക്കണം, ഇതൊന്ന് തയ്യാറാക്കിക്കോട്ടെ. ആദ്യത്തെ റിപ്പോർട്ട് 6 മണിക്കൂറിനകം ജില്ലാ മജിസ്ട്രേറ്റിന് കൊടുക്കണം. ബാക്കി വിശദമായി പ്രേതം കിട്ടിയിട്ട് എഴുതും. കായലിൽ ചായ വിറ്റ് നടക്കുന്ന മുഹമ്മദിന് ഇൻസ്പെക്ടറുടെ കണ്ണിൽ ചോരയില്ലാത്ത വർത്തമാനം തീരെ പിടിച്ചില്ല. എന്താ ഏമാനെ ഇത്? നിങ്ങൾ ആരെ പറ്റിയാണ് ഈ പറയുന്നതെന്ന് അറിയാവോ? ഇങ്ങനെ ചങ്കിൽ കൊളുത്തി വലിക്കല്ലേ. ഈ നിൽക്കുന്നവരെല്ലാം അങ്ങോരുടെ ഇഷ്ടജനങ്ങളാണ്. ഒന്നിറങ്ങി തപ്പി ഉറപ്പുവരുത്താതെ ആശാൻ മരിച്ചു എന്ന് എഴുതി വിടല്ലേ. അയാൾ തൊണ്ട ഇടറിപ്പോയി ഇത്രയും പറഞ്ഞപ്പോൾ. ഇൻസ്പെക്ടർ ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. എല്ലാവരും ആൾക്കാരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒപ്പിട്ട് തരാൻ അവകാശമുള്ള ബന്ധുക്കൾ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പ്രേതം പൊങ്ങുമ്പോൾ നോക്കാം, അല്ലാതെ നിവൃത്തിയില്ല. ഏമാൻ വിഷമിക്കണ്ട, ഞങ്ങളുടെ ആശാനെ ഇറങ്ങി തപ്പാൻ വേറെ ആരും വേണ്ട.
ഞങ്ങളൊക്കെ തന്നെ മതി, പരിസരവാസിയായ ഒരാൾ പറഞ്ഞു. അത് ശരിയായെന്ന് എല്ലാവരും സമ്മതിച്ചു. ഒറ്റ എണ്ണം വെള്ളത്തിൽ ഇറങ്ങിപ്പോകരുത്. മരിച്ചു കിടക്കുന്നവരുടെ പണവും പണ്ടവും കവരാൻ ഓരോ ലൊടുക്ക് വിദ്യയുമായി ഇറങ്ങിയിരിക്കുന്നു. മേലാവിൽ നിന്ന് ഉത്തരവ് വരും വരെ ഒറ്റ എണ്ണം കായലിൽ ഇറങ്ങിയാൽ വെടിവെക്കും പറഞ്ഞേക്കാം. ഇൻസ്പെക്ടർ കടുപ്പിച്ചു പറഞ്ഞു. നിങ്ങൾ വെടിവെക്കേമാനെ, വിവരം ആരും ഇതുവരെ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞ ഈ രാജ്യം മുഴുവനും ഇവിടെ വന്നു നിൽക്കും. ഏമാൻ സല്യൂട്ട് അടിക്കുന്നവരും അക്കൂട്ടത്തിൽ ഉണ്ടാകുവേ. ചായക്കാരൻ മുഹമ്മദ് പറഞ്ഞു. ഓടടാ എന്ന് പറഞ്ഞ് അവനെ 4 പോലീസുകാർ ഓടിച്ചു വിട്ടു. ആശാൻ മരിച്ചുവെന്ന് ചില യാത്രക്കാർ ബോട്ട് ജെട്ടിയിൽ വെച്ച് പറഞ്ഞത് കേട്ട് ട്രാവൽ ഗ്രൂപ്പ് പ്രൊഡ്യൂസ് ആൻഡ് ഇൻഡസ്ട്രിയൽ കമ്പനി കാഷ്യർ ഗോപാലൻ ഓഫീസിൽ വന്ന് പലരോടായി പറഞ്ഞു. കൃഷ്ണൻ കുമാരനാശാന്റെ അടുത്ത ആളാണെന്ന് എല്ലാവർക്കും അറിയാം. അതിനാൽ കൃഷ്ണനോട് വിവരം പറയാൻ എല്ലാവരും മടിച്ചു. മാത്രമല്ല, കരക്കമ്പി പറഞ്ഞു കേട്ടതാണ്, ഒരു ഉറപ്പുമില്ല. ഉച്ചഭക്ഷണത്തിന് ഇറങ്ങിയപ്പോൾ ചായക്കടയിൽ ഇത് സംസാരമാണ്. തൃക്കുന്നപ്പുഴ അപകടത്തിൽ രക്ഷപ്പെട്ട ഒരാൾ അതുവഴി വന്നിരുന്നു. ആശാൻ ബോട്ടിൽ ഉണ്ടായിരുന്നെന്നും അപകടത്തിന് തൊട്ടു മുമ്പ് വരെ കവിത ചൊല്ലി എല്ലാവരുമായും രസിച്ചിരുന്നുവെന്നും പറഞ്ഞു. ആശാന് നീന്തലറിയാം, നീന്തി രക്ഷപ്പെട്ടിട്ടുണ്ടാവാം. ചായക്കട നടത്തുന്ന നീലൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഉച്ച കഴിഞ്ഞ് 3 മണിയായി. കാഷ്യർ ഗോപാലന് ഇനിയും ഈ വിവരം മറച്ചു വെക്കാനായില്ല. അയാൾ കൃഷ്ണന്റെ മുന്നിൽ ചെന്നു. കൊല്ലത്ത് നിന്ന് ഇന്നലെ രാത്രി വിട്ട റെഡിമർ ബോട്ട് പല്ലന പുത്തൻകരി വളവിൽ മറിഞ്ഞു പോയെന്നും ബോട്ടിൽ കുമാരനാശാൻ ഉണ്ടായിരുന്നെന്നും കേൾക്കുന്നു. കൃഷ്ണൻ പേന പെട്ടെന്ന് നിശ്ചലമായി. കാഷ്യർ ഗോവിന്ദന്റെ മുഖത്തേക്ക് അദ്ദേഹം സന്ദേഹത്തോടെ നോക്കി. ഭയങ്കര അപകടമൊന്നും സംഭവിച്ചിരിക്കില്ല ഓ? കൃഷ്ണൻ ചോദിച്ചു. അതറിയില്ല, പലരും പലതും പറഞ്ഞു കേൾക്കുന്നുണ്ട്. കൃഷ്ണനെ കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി. പെട്ടെന്ന് സഹായി കുഞ്ഞപ്പനെ വിളിച്ചു. വേഗം ബോട്ട് കടവിൽ പോയി വിവരമറിഞ്ഞു വരാൻ ചട്ടം കെട്ടിവിട്ടു. അയാൾ വരുന്നതും കാത്ത് അക്ഷമനായി വെരുകിനെ പോലെ നടക്കുകയാണ് എൻ കൃഷ്ണൻ. പരിചിതനായ ഒരാൾ ആ സമയം ഓഫീസിലേക്ക് വന്നു. അയാൾക്കൊപ്പം 3-4 പേരുണ്ട്. തൃക്കുന്നപ്പുഴയിൽ നിന്നാണോ വരുന്നത്? ആശാന്റെ വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? കൃഷ്ണൻ ആശങ്കയോടെ ചോദിച്ചു. ആ വിവരം പറയാൻ വന്നതാണ്. നിങ്ങൾ തമ്മിലുള്ള ബന്ധം എനിക്കറിയാമല്ലോ. ആശാൻ ബോട്ടിൽ ഉണ്ടായിരുന്നു. നിങ്ങളുടെ കമ്പനി മാനേജിംഗ് ഡയറക്ടർ കടപ്പായിൽ വേലായുധൻ ചാന്നാൻ അവരുടെ മകൻ നാണുവും ബോട്ടിലുണ്ടായിരുന്നു. നാണു രക്ഷപ്പെട്ടു. പക്ഷെ ആശാൻ ഒരു കടവിലും നീന്തി കയറിയിട്ടില്ല. ഞങ്ങൾ എല്ലായിടവും അന്വേഷിച്ചു. വെള്ളത്തിലിറങ്ങി തപ്പാൻ ആ പോലീസുകാരൻ സമ്മതിക്കുന്നില്ല. ആശാന്റെ വേണ്ടപ്പെട്ടവർ വരട്ടെ എന്ന വരട്ടുവാദം പറയുകയാണ് അവർ. ബോട്ട് പിടിച്ച് പല്ലനയിലേക്ക് പോകാമെന്ന് പറഞ്ഞ് കൃഷ്ണൻ മുന്നിട്ടിറങ്ങി. ഇടയ്ക്കിടെ കുലഭരദേവതയുടെ പേര് വിളിച്ച് ആശാൻ ഒന്നും വരുത്തരുതേ എന്ന് അയാൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ബോംബെ കമ്പനിയുടെയും മഡ്യൂര കമ്പനിയുടെയും 2 ബോട്ടുകൾ സർവീസ് ഇല്ലാതെ കിടപ്പുണ്ട്. അവയിലേതെങ്കിലും കിട്ടാതിരിക്കില്ല. അവരുമായി പരിചയം വേലായുധൻ ചാന്നാനുണ്ട്. ചാന്നാർ ഉടൻ തന്നെ സഹായിയായ KM അയ്യപ്പുണ്ണിയെ കൂട്ടി നേരിട്ട് തന്നെ ഒരു റിക്ഷ പിടിച്ച് ബോംബെ കമ്പനിയിൽ ചെന്നു. ഹെഡ് ക്ലർക്ക് വിശ്വനാഥ അയ്യരെ കണ്ട് കാര്യം പറഞ്ഞു. ആശാന്റെ കാര്യത്തിനാണെന്ന് കേട്ടപ്പോൾ വിശ്വനാഥ അയ്യർ അവർക്കൊപ്പം ബോട്ട് കടവിൽ ചെന്നു. ഒരു ബോട്ടുണ്ട്, പക്ഷേ രാത്രി 9 മണിക്ക് മുമ്പ് മുൻകൂർ ബുക്ക് ചെയ്ത സർവീസിന് പോകണം. 9 മണിക്ക് മുമ്പേ അവർ തിരികെ എത്തിക്കും. നിങ്ങൾ ഇവരെയും കൂട്ടി തൃക്കുന്നപ്പുഴയ്ക്ക് പോയിട്ട് വരൂ, മുതലാളിയോട് ഞാൻ സംസാരിക്കാം, അയ്യർ പറഞ്ഞു. അങ്ങനെ തോട്ടപ്പള്ളി കനാൽ ഓഫീസിന് മുന്നിൽ ബോട്ട് അടുപ്പിച്ച് കൃഷ്ണനും വക്കീലന്മാരും അവിടെ ഇറങ്ങി ഉദ്യോഗസ്ഥരെ കണ്ടു. ആശാൻ മരിച്ചു എന്ന് അവർ തീർത്തു പറഞ്ഞു. പക്ഷെ ശരീരം കിട്ടിയിട്ടില്ല. പ്രത്യാശയുടെ അവസാന നാമ്പും കരിഞ്ഞാണ് കൃഷ്ണനും കൂട്ടരും തൃക്കുന്നപ്പുഴയിലെത്തിയത്. കാട്ടുചെടികളുടെ കൊന്തകൾ കാണാം. ഈ ചെറിയ ഇടുക്കിലേക്ക് വന്നപ്പോൾ ബോട്ട് ഇടിച്ച് വട്ടം ചുറ്റി മറിയുകയായിരുന്നു എന്ന് പരിസരവാസികൾ ചിലർ പറഞ്ഞു. ഒരു 15 അടി താഴ്ചയെ കാണും, പക്ഷെ നല്ല ചെളിക്കെട്ടാണ് അടിയിൽ എന്നും ഒരു പരിസരത്തുകാരൻ പറഞ്ഞു. ഒന്ന് മുങ്ങിത്തപ്പാൻ ആളെ കിട്ടുമോ എന്ന് അവർ പരിസരത്തുകാരോട് ചോദിച്ചു. 10ഓളം പേർ തയ്യാറായി മുന്നോട്ട് വന്നു. അപ്പോഴേക്കും ഹരിപ്പാട് സർക്കിൾ ഇൻസ്പെക്ടർ വീണ്ടും മുടന്തന്യായവുമായി വന്നു. ഇവിടെ മുതലകളുണ്ട്, ഇറങ്ങരുത്. ആലപ്പുഴയ്ക്ക് അറിയിപ്പ് പോയിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആള് വരും, അവർ മുങ്ങി തപ്പിക്കൊള്ളും. ഇൻസ്പെക്ടർ പറഞ്ഞു. ഞങ്ങൾ ആലപ്പുഴയിൽ നിന്ന് വരുന്നു. കുമാരനാശാന്റെ വേണ്ടപ്പെട്ടവരാണ്. ഇപ്പോൾ തന്നെ ഏറെ വൈകി. ഞങ്ങൾക്ക് ദേഹം കണ്ടെടുത്തേ മതിയാവൂ. കൃഷ്ണൻ ഇൻസ്പെക്ടറെ വിവരം ധരിപ്പിക്കാൻ ശ്രമിച്ചു.
ഈ കോലാഹലങ്ങൾ ഒന്നും ശ്രദ്ധിക്കാതെ തൊട്ടടുത്ത പറമ്പിൽ ഒരു കയറ്റ് കട്ടിലിൽ മെത്ത വിരിച്ച് ഒരു സുമുഖൻ ഇരിപ്പുണ്ട്. തലയിൽ തൊപ്പിയും ദേഹത്ത് കറുത്ത കോട്ടും ധരിച്ച് മുറുക്കാൻ ചെല്ലം അടുത്തു വെച്ച് രസിച്ചു മുറുക്കി കോമളാപ്പിയിലേക്ക് നീട്ടിത്തുപ്പുകയാണ് കക്ഷി. ദാമോദരൻ വക്കീലിന് ആളെ പിടികിട്ടി. അത് 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് സുബ്രഹ്മണ്യ അയ്യരാണ്. അവർ ഇൻസ്പെക്ടറെ വിട്ടിട്ട് നേരെ മജിസ്ട്രേറ്റിന് മുന്നിൽ ചെന്ന് കാര്യം അവതരിപ്പിച്ചു. ഒപ്പമുള്ള 2 പേർ വക്കീലന്മാരായതിനാൽ മജിസ്ട്രേറ്റിനോട് ഇടപഴകാൻ എളുപ്പമായി. മുതലെയുള്ള ഭാഗമാണെന്ന് പരിസരവാസികൾ പറയും. ആലപ്പുഴയിൽ നിന്ന് മുങ്ങൽ വിദഗ്ധർ പുറപ്പെട്ടിട്ടുണ്ട്. അവർ 3 മണിക്കൂർ കഴിഞ്ഞേ എത്തൂ. നാളെ രാവിലെ എന്തായാലും തിരച്ചിൽ തുടങ്ങുമെന്ന് കൃഷ്ണൻ മജിസ്ട്രേറ്റ് പറഞ്ഞു. കൃഷ്ണനും കൂട്ടരും ആ മറുപടിയിൽ തൃപ്തരായില്ല. മുങ്ങിത്തപ്പാൻ ആളുകളുമായി കലവറയ്ക്കൽ നാരായണപിള്ള അപ്പോൾ അവിടെ എത്തി. പോലീസിന്റെ മുങ്ങൽ വിദഗ്ധരെ മാത്രമേ അനുവദിക്കൂ എന്ന് പറഞ്ഞ് മജിസ്ട്രേറ്റ് അവരെ തടഞ്ഞു. ഇനി ആരിലാണ് പ്രതീക്ഷ എന്ന് നോക്കി വിഷണ്ണനായി നിൽക്കുകയാണ് എൻ കൃഷ്ണൻ. മുങ്ങൽ വിദഗ്ധർ പിറ്റേന്നേ വരുമെന്ന് ഉറപ്പായപ്പോൾ കൃഷ്ണനും വക്കീൽ ദാമോദരനും കൊല്ലം പെരിനാട് മേലൂട്ട് പത്മനാഭ പണിക്കരും അവിടെ തന്നെ തങ്ങാൻ തീർച്ചയാക്കി. രാവിലെ തന്നെ തിരികെ എത്താമെന്ന് പറഞ്ഞ് KM കൃഷ്ണൻ വക്കീലും വേലായുധൻ റൈറ്റർ മുതലായവരും ആലപ്പുഴയ്ക്ക് തിരികെ പോയി. രാത്രി തങ്ങാൻ ഒരിടം തേടിയപ്പോൾ തൊട്ടടുത്ത പുതുവൽ വീട്ടിലെ നീലകണ്ഠൻ അവരുടെ വീട്ടിൽ തങ്ങാൻ അനുവദിച്ചു. ആ രാത്രി അവർ ഉറക്കമിളച്ചു. കിഴക്കേ ചരിവിൽ സൂര്യൻ പൊന്തുന്നതും കാത്ത് പരിസരത്തെ 2 യുവാക്കൾ KG മാധവനും ശങ്കരൻകുട്ടിയും ആ രാത്രി കൃഷ്ണനും മറ്റും അവിടെ വന്ന് ഉറക്കമിളയ്ക്കാൻ കൂട്ടിരുന്നു. മാധവൻ ആശാന്റെ ഓർമ്മയിൽ പലതും പറഞ്ഞു. വീണപൂവിലെ ചില വരികൾ പാടി പരിതപിച്ചു. പാതിരാവ് കഴിഞ്ഞപ്പോൾ അതാ ഒരു വള്ളത്തിൽ 1-2 ആളുകൾ അങ്ങോട്ട് വരുന്നു. അത് കുമാരവേലു പണിക്കരും അയ്യാവ് പണിക്കരും ആയിരുന്നു. കുമാരവേലു പണിക്കൻ ഇതേ ബോട്ടിൽ ഇന്നലെ ഉണ്ടായിരുന്നു. നീന്തി രക്ഷപ്പെട്ടതാണ്. അവർ വന്നത് മറ്റൊന്നിനുമല്ല, 2 ദിവസം കഴിയുകയാണ്. മൃതദേഹം അടിയിൽ ചെളിയിൽ ഉറച്ചിട്ടില്ലെങ്കിൽ ഈ വെളുപ്പിനത് പൊന്തും. അപ്പോൾ കണ്ടെടുക്കാം. കൃഷ്ണനും വക്കീലും അവരോടൊപ്പം വള്ളത്തിൽ കയറി. കുറെ മൃതദേഹങ്ങൾ പായൽ പുറമെ പൊന്തിക്കിടപ്പുണ്ട്. അടുത്തു ചെന്ന് നോക്കി, അവയൊന്നുമല്ല. ഈ തിരച്ചിൽ അറിഞ്ഞ് പരിസരത്ത് തന്നെ തങ്ങിയിരുന്ന ഹരിപ്പാട് മുനിസിപ്പൽ കോടതി വക്കീൽ മാധവനും KC കുഞ്ഞിരാമൻ എന്നയാളും മറ്റൊരു വള്ളത്തിൽ തിരച്ചിലിനൊപ്പം കൂടി. പല മൃതദേഹങ്ങളും എല്ലാവരും ചേർന്ന് വലിച്ച് കരയ്ക്ക് അടുപ്പിച്ചു. പക്ഷെ ആശാനെ കാണുന്നില്ല. ചിലപ്പോൾ ആശാൻ രക്ഷപ്പെട്ടിട്ടുണ്ടാവും. മാധവൻ വക്കീൽ പറഞ്ഞപ്പോൾ കൃഷ്ണന്റെ മുഖത്ത് ഒരു വിദൂര പ്രതീക്ഷ. എവിടെയെങ്കിലും കരയിൽ നീന്തിക്കയറി തന്നെ തിരക്കി ആലപ്പുഴയ്ക്ക് വരുന്ന ആശാനെ കൃഷ്ണൻ മനസ്സിൽ കണ്ടു. എന്താ കൃഷ്ണ, ഞാൻ മരിച്ചു എന്ന് കരുതിയോ? അങ്ങനെയൊന്നും ഈ ബലിഷ്ഠമായ കൂട്ടിൽ നിന്ന് ജീവന്റെ കിളി പറക്കില്ലടോ എന്ന് പറഞ്ഞുകൊണ്ടാണ് വരവ്. ആ കിനാവ് മുഴുവയ്ക്കും മുമ്പേ കായലിൽ ചായ വിൽക്കുന്ന മുഹമ്മദിന്റെ വിളി കാതിൽ പറഞ്ഞു. അതാ അവിടെ ചട്ടയൊക്കെ ഇട്ട ഒരു ദേഹം കിടക്കുന്നു, വാ നോക്കാം. 2 വള്ളങ്ങളും അങ്ങോട്ട് തിരിച്ചു. ഏകദേശം 100 വാരകലെ ഒരു മൃതദേഹം പൊങ്ങിക്കിടക്കും. കമിഴ്ന്നാണ് കിടപ്പ്. ഈശ്വര, അത് ആശാനാകുമോ? ആശങ്ക എല്ലാവരുടെയും മുഖത്ത് മുറ്റി നിന്നു. മാധവൻ വക്കീൽ ധൈര്യം സംഭരിച്ച് മൃതദേഹം വലിച്ച് മലർത്തിയിട്ടു. അയ്യോ എന്ന വിളി എല്ലാവരിൽ നിന്നും ആ ഒരേ സമയം പുറത്തു വന്നു. ആശാന്റെ മുഖത്ത് ചന്ദ്രന്റെ ചെറുവെട്ടമുണ്ട്. അതിന്റെ വെളിച്ചത്തിൽ അവർ ആ മുഖകമലം കണ്ടു. ഈശ്വര, ഇതെന്ത് വിധി, ഇതെന്തൊരു വേർപാട്! ദൈവമേ, എന്തിന് ഞങ്ങളോട് ഈ ക്രൂരത ചെയ്തു എന്ന് വിലപിച്ചു പോയി കൃഷ്ണൻ. കൃഷ്ണനെ സമാശ്വസിപ്പിക്കാൻ യുവാക്കൾ പാടുപെട്ടു. ഒരു വിധത്തിൽ അവരെല്ലാം ചേർന്ന് ആശാന്റെ മൃതദേഹം വള്ളത്തിൽ കയറ്റി കരക്കടിപ്പിച്ചു. അയലത്തെ നീലകണ്ഠൻ ഒരു പുത്തൻ തലപ്പായ എടുത്തുകൊണ്ടൊന്ന് വിരിച്ചു. മൃതദേഹം അതിൽ കിടത്തി. കോട്ടും ഷർട്ടും ശരീരത്തുണ്ടായിരുന്നു. മുണ്ട് അഴിഞ്ഞു പോയിരിക്കുന്നു. കണ്ണുകൾ നല്ലവണ്ണം അടഞ്ഞിരിക്കുന്നു. കാലുകൾ 2ഉം മുട്ടിന്റെ ഭാഗത്ത് വെച്ച് അകത്തോട്ടു തന്നെ വളഞ്ഞിരിക്കുന്നു. കമ്പിളി പുതച്ച് കാലുകൾ മടക്കി വെച്ച് ആശാൻ ബോട്ടിലെ ബെഞ്ചിൽ കിടന്നത് കുമാരവേലു പണിക്കർക്ക് ഓർമ്മയുണ്ട്. അതേ കിടപ്പ്. മരണം വന്ന് വിളിച്ചത് അറിഞ്ഞതേയില്ല. കണ്ണും പൂട്ടി നിദ്രയിലാണ്ട് പോയ സമയം ആരും അറിയാതെ മൃത്യുദേവത വന്ന് കൈപിടിച്ച് കൊണ്ടുപോയിരിക്കുന്നു. രക്ഷപ്പെടാൻ ശ്രമം നടത്തിയ യാതൊരു ലക്ഷണവും കാണുന്നില്ല. ഉറക്കത്തിൽ ഒന്നും അറിയാതെ മരണത്തെ പുൽകിയതാണെന്ന് എല്ലാവർക്കും ബോധ്യമായി. ആശാന് ഉറക്കം വെളുപ്പിനാണ് എന്ന് കൃഷ്ണൻ അറിയാം. രാത്രി മുഴുവൻ പാൽചന്ദ്രികയെ കണ്ട് ആകാശം നോക്കി കവിതയും പാടി, അല്ലെങ്കിൽ ഏകാന്തമായിരുന്നും എഴുതിയുമൊക്കെ ചിലവിടും. ബ്രാഹ്മമുഹൂർത്തത്തിലാണ് ഉറക്കം. അതിനാൽ രാവിലെ വിളിച്ചുണർത്താൻ പ്രയാസമാണ്. ഉറക്കം ആശാന് വളരെ ഗാഠാനുഭവമാണ്. ആ സമയം എന്നെ എടുത്ത് വെള്ളത്തിലിട്ടാൽ അറിയില്ല കൃഷ്ണ എന്ന ഒരു യാത്രയിൽ ആശാൻ പറഞ്ഞത് കൃഷ്ണൻ ഓർത്തു. നോക്കൂ, എത്ര ശാന്തമാണ് ആ മുഖം. ഒരു പിഞ്ചു കുഞ്ഞിൻ്റേത് പോലെ ശാന്തം. ഒരു പാത്രത്തിൽ നല്ല ശുദ്ധജലം കൊണ്ടുവന്ന കൃഷ്ണൻ ആ മുഖത്തെ ചെളിയെല്ലാം കഴുകിക്കളഞ്ഞു.
നേരത്തെ വെളിച്ചത്തിൽ പോലും ശോഭിക്കുന്ന ആ മുഖത്തു നിന്ന് കണ്ണെടുക്കാൻ ആർക്കും സാധിക്കുന്നില്ല. എന്നീ വിധം ഗതി നിനക്കൈ പോക പിന്നൊന്നൊന്നായി തുടർന്നു വരുമാ വഴി ഞങ്ങളെല്ലാം ഒന്നിനുമില്ല നില ഉന്നതമായ കുന്നും എന്നല്ല ആഴിയുമൊരിക്കൽ നശിക്കുമോർത്താൽ എന്ന് പാടി വിതുമ്പിപ്പോയി കൃഷ്ണൻ. വീണപൂവിന്റെ നൊമ്പരം പകർത്തിയ അതേ കരങ്ങൾ ഇതാ പരസ്പരം കൂപ്പി ഇടതേ ചെവിക്ക് ഇടയിൽ വെച്ച് ഉറങ്ങിയ അതേ നിലയിൽ ഇരിക്കുന്നു. എന്നാലുമുണ്ട് അഴലെനിക്കു വിയോഗമോർത്തും ഇന്നത്ര നിൻ കരുണാമയമായ കിടപ്പു കണ്ടും ഒന്നല്ലി നാമയി സഹോദരരല്ലി പൂവേ ഒന്നല്ലി കയ്യികരിച്ചിതു നമ്മയെല്ലാം. രാവിലെ ആയപ്പോൾ കൃഷ്ണനും കൂട്ടരും മൃതദേഹം കുളിപ്പിച്ച് വൃത്തിയാക്കി ഒരു കട്ടിലിൽ കിടത്തി. വെയിലടിക്കാതിരിക്കാൻ കൊപ്രാകളത്തിലെ തട്ടി കൊണ്ടുവന്ന് പന്തലിട്ടു. ആളുകൾ വന്നു തുടങ്ങി. പൗരപ്രമുഖർ എത്തി. അവർ ആലപ്പുഴയ്ക്ക് കൊണ്ടുപോകാൻ തീർച്ചയാക്കി വന്നു. ബോട്ട് അപകടം സംഭവിച്ച സ്ഥലത്തിന് തൊട്ടു തെക്കേ കരയിലുള്ളത് പുത്തൻകരയിൽ പപ്പു എന്നയാളുടെ സ്ഥലമാണ്. അവിടെ ആശാന്റെ മൃതദേഹം അടക്കിയിട്ട് ഒരു കല്ലറ പണിതാൽ ബോട്ടിലൂടെയും വള്ളത്തിലൂടെയും അതുവഴി വരുന്നവർക്കൊക്കെ ആ സ്മൃതി കുടീരം കണ്ട് നമസ്കരിക്കാൻ സാധിക്കുമെന്ന് പൗരപ്രമാണിമാർ അഭിപ്രായപ്പെട്ടു. പപ്പു ആ സമയം സ്ഥലത്തുണ്ടായിരുന്നു. അദ്ദേഹം സ്ഥലം വിട്ടുതരാമെന്ന് ഉടനെ തന്നെ സമ്മതിച്ചു. അദ്ദേഹത്തെ സംബന്ധിച്ച് അത് വലിയ അംഗീകാരമായിരുന്നു. എക്കാലത്തെയും ചരിത്രമായിരിക്കുമല്ലോ ആ ഭൂദാനം. വലിയ കല്ലറ തന്നെ കെട്ടണം. ആശാന്റെ അന്തസ്സിന് കോട്ടം വരാതെ അത് എക്കാലവും ഇവിടെ നിലകൊള്ളണം. കലവറ മൂപ്പി എന്ന് പേര് കേട്ട ധനികൻ അഭിപ്രായപ്പെട്ടു. ആ സമയം രണ്ട് ദിവ്യാത്മാക്കൾ എതിരെ വരുന്നു. സ്വാമി സത്യവ്രതനും സി വി കുഞ്ഞിരാമൻ. എല്ലാം കഴിഞ്ഞോ? സ്വാമി ആകാംക്ഷയോടെ ചോദിച്ചു. കഴിഞ്ഞു എന്ന് മറുപടി. ഞങ്ങൾ എറണാകുളത്ത് നിന്ന് അറിഞ്ഞു വരികയാണ്. എത്താൻ വൈകിപ്പോയി. സി വി ദുഃഖത്തോടെ പറഞ്ഞു. കൃഷ്ണൻ ആശാന്റെ കുടീരത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന നെയ്ത്തിരി നാളത്തിലേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു. ഇതാണ് ആശാൻ, നമ്മുടെ നെഞ്ചിലെ ഒരു തിരിവെട്ടം. സ്വാമി തൃപ്പാദങ്ങളെല്ലാം അറിഞ്ഞിരിക്കുമല്ലോ. അവിടത്തേക്ക് അറിയാത്തത് എന്തുണ്ട്? അവിടുന്ന് എല്ലാം അറിയുന്നു കൃഷ്ണ, സത്യവ്രത സ്വാമി പറഞ്ഞു. സി വിയും സത്യവ്രത സ്വാമിയും ആശാന്റെ അന്ത്യസങ്കേതത്തിൽ ഒരു പിടി പൂക്കൾ അർപ്പിച്ചു. പിന്നെ കൃഷ്ണനൊപ്പം ഒരു ബോട്ടിൽ ആലപ്പുഴയ്ക്ക് തിരിച്ചു. ഓർമ്മകൾ ഓളം വെട്ടുന്ന ഹൃദയങ്ങളായിരുന്നു അവരുടെ. പലതും പറഞ്ഞും വ്യസനിച്ചും ആ 3 പേർ ബോട്ടിലിരുന്നു. ഇങ്ങനെയാണ് ഈ ജീവചരിത്രം തുടങ്ങുന്നത്. ഇനി പ്രസംഗിക്കാൻ എല്ലാവർക്കും നന്ദി, നമസ്തേ. കുമാരനാശാന്റെ ദേഹ വിയോഗ ശതാബ്ദിയിൽ നമുക്ക് ശ്രീ BR രാജേഷ് നമ്മോട് സംസാരിക്കുന്നത് കേൾക്കാം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, ഞാനിപ്പോ സഹൃദയൻ തമ്പി സാറിനോട് ചോദിക്കുകയായിരുന്നു, സാറ് നമുക്ക് ഞാൻ സംസാരിക്കേണ്ടതുണ്ടോ, വൈൻഡപ്പ് ചെയ്തുകൂടെ? കാര്യം വളരെ കുറച്ചു പേരേ ഉള്ളൂ. ആ ഇരിക്കുന്നവർ തന്നെ എപ്പോ പോകാം, ഇത് അവസാനിച്ച് പോകാം എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പൊ സാറ് പറഞ്ഞു 2 വാക്ക് പറയണം എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ സംസാരിക്കുന്നത്. ഞാൻ ആ ഒരു 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൂടി ഒന്ന് കേൾക്കാനായിട്ട് ഇരിക്കണം. ഇവിടെ ഇപ്പൊ നമ്മൾ തിരുവനന്തപുരത്താണ് ആശാന്റെ ജന്മവാർഷികം, ചരമവാർഷികമൊക്കെ ആചരിക്കുന്നത്. പക്ഷേ ഈ വർഷം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്നലെ മധ്യ തിരുവിതാംകൂറിന്റെ മണ്ണിൽ മൂവാറ്റുപുഴയിലും ഇന്ന് രാവിലെ ആലുവയിലും ആശാൻ അനുസ്മരണത്തിൽ 2 ആശാൻ അനുസ്മരണങ്ങളിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് എനിക്ക് ഭാഗ്യമുണ്ടായി. അവിടെ ഇങ്ങനെയല്ല, നിറഞ്ഞ സദസ്സാണ് 2ഇടത്തും ഉണ്ടായത്. അപ്പൊ അങ്ങനെ വരണം. നമ്മൾ തിരുവനന്തപുരത്തുകാർ മാത്രമാണ് മുമ്പ് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇപ്പോൾ അത് എല്ലാവരും തന്നെ ആശാൻ കവിതകൾ ഏറ്റെടുത്തിട്ടുണ്ട്. മാത്രമല്ല ഞങ്ങൾ ഒരുമിച്ചുള്ള ഒരു യാത്രയിൽ വളരെ ചെറുപ്പക്കാർ ആണ് എന്നെ കൊണ്ടുപോയത്. അവര് വളരെ മനോഹരമായിട്ട് ആശാൻ കവിതകളെ കുറിച്ച് ചൊല്ലുകയും അതിനെക്കുറിച്ചൊക്കെ പറയുകയും ചെയ്തു. അപ്പൊ 1-2 കാര്യങ്ങൾ ഇവിടെ. ഒന്ന് പറഞ്ഞത്, വെയിൽസ് രാജകുമാരനിൽ നിന്ന് ആശാൻ പട്ടും വളയും സ്വീകരിച്ചത് ശരിയായോ എന്ന്. നമ്മുടെ എല്ലാം വന്ധ്യ ഗുരുവായ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്. ബ്രിട്ടീഷുകാരെ കുറിച്ച് പറഞ്ഞത്, അവരുണ്ടായിരുന്നത് കൊണ്ടാണ് നമുക്ക് തപസ് ചെയ്യാൻ സാധിച്ചത്.
എന്ന് ഗുരുദേവൻ പറഞ്ഞു. കാരണം അവന്മാരായവർക്ക് തപസ് ചെയ്യാൻ പാടില്ല. തപസ് ചെയ്താൽ തല വെട്ടുന്ന ഒരു അവസ്ഥ വരെ ഭാരതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഗുരുദേവൻ അതുകൂടി ഉള്ളിൽ വെച്ചായിരിക്കും ഇത് പറഞ്ഞത്. അപ്പൊ തീർച്ചയായിട്ടും കവിതയെ ഒരിക്കലും ജാതിയുടെ ഒന്നും നിലയിൽ കാണുന്നവരല്ല ബ്രിട്ടീഷുകാരും യൂറോപ്യന്മാരും. അവർ കവിതയെ കവിതയായി കാണുന്നതിനുള്ള ഒരു സന്മനസ് അവർക്കുണ്ട്. ഇപ്പോ നേരത്തെ തമ്പാ സാർ പറഞ്ഞു, കൊച്ചി രാജാവ് 5 കവികളെ തിരഞ്ഞെടുത്തപ്പോൾ അതിൽ വള്ളത്തോളും ഉള്ളൂരും ഉണ്ടായിരുന്നു. പക്ഷെ കവിത്രയത്തിൽ ആശാൻ ഉണ്ടായിരുന്നില്ല. ജാതിയോ മതമോ അല്ല കവിത നല്ലതാണോ അല്ലയോ എന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഒരു മാനദണ്ഡം. നമ്മുടെ ഇന്നത്തെ ആധുനിക കാലവും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. നമ്മുടെ കേരളത്തിൽ 5 പേർക്ക് ജ്ഞാനപീഠം കിട്ടിയിട്ടുണ്ട്. പക്ഷേ വൈക്കം മുഹമ്മദ് ബഷീറിനും OV വിജയനും ജ്ഞാനപീഠം കിട്ടിയില്ല. ഒരുപക്ഷെ ഭാവിയിൽ ജ്ഞാനപീഠം എന്ന അവാർഡ് തന്നെ അറിയപ്പെടാൻ പോകുന്നത് OV വിജയന് ലഭിക്കാത്ത അവാർഡ് എന്നുള്ള പേരിലായിരിക്കും. അപ്പൊ അതിന്റെ പിന്നാമ്പുറത്ത് എന്തൊക്കെ നടന്നു എന്നതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ പിന്നെ ആശാന്റെ കാലത്ത് ആശാന് കൊച്ചി രാജാവിൽ നിന്ന് സമ്മാനം കിട്ടാതെ പോയതിൽ നമുക്ക് അതിശയപ്പെടാനൊന്നുമില്ല. അന്ന് ആശാൻ തനിക്ക് വേണ്ടി മാത്രമായിരുന്നില്ല ആ പട്ടുമളയും സ്വീകരിച്ചത്. ആശാൻ തന്നെ എഴുതിയതുപോലെ എത്ര പെരുമാക്കൾ ശങ്കരാചാര്യന്മാർ, എത്രയോ തുഞ്ചന്മാർ കുഞ്ചന്മാർ ക്രൂരയാം ജാതിയാൽ നൂന മനസ്സിപ്പോയി കേരള മാതാവേ നിൻവയറ്റിൽ താണു കിടക്കുന്നു നിൻ കുക്ഷിയിൽ ചാണ കാണാതെ 6-7 കോടിയിൽ എന്നാണ് ആശാൻ പറഞ്ഞത്. തേച്ചു മിനുക്കിയാൽ കാന്തിയും മൂല്യവും വാച്ചിടും കല്ലുകൾ ഭാരതാംബെ. അങ്ങനെ ചവിട്ടി നിരക്കപ്പെട്ട ഒരു ജനതയ്ക്ക് വേണ്ടിയാണ് വെയിൽസ് രാജകുമാരിൽ നിന്ന് ആശാൻ ആ പട്ടുമളയെ അന്ന് സ്വീകരിച്ചത്. അല്ലാതെ ആശാന്റെ പ്രശസ്തിക്കോ സ്വന്തം സന്തോഷത്തിനോ വേണ്ടി ആയിരുന്നില്ല. അത് മനസ്സിലാക്കുന്ന ആരും തന്നെ ഇക്കാര്യത്തിൽ ആശാനെ വിമർശിക്കാൻ മുതിരുകയില്ല. അതാണ് ഒരു കാര്യം പറയാനുള്ളത്. ഇനി രണ്ടാമത് മറ്റൊരു കാര്യം പറയാനുള്ളത്, ആശാൻ മലയാളത്തിന്റെയോ ഭാരതത്തിന്റെയോ മാത്രം കവിയല്ല, വിശ്വമഹാകവിയാണ്. ആ മഹാകവിയുടെ ജന്മവാർഷികവും ചരമവാർഷികവും ഒന്നും നമ്മൾ ഇങ്ങനെ നമ്മൾ ആചരിച്ചാൽ പോരാ. ലോകമെമ്പാടും ഈ കവിയെയും കവിതകളെയും ഏറ്റെടുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ വരണം. ഞാൻ മുൻ വർഷങ്ങളിലും സഹൃദയൻ തമ്പി സാറിനോടൊക്കെ പറഞ്ഞു, പ്രതിമകൾ ഒക്കെ സ്ഥാപിക്കുന്നത് നല്ലത് തന്നെ. പക്ഷെ ഒരു കവിക്ക് നമ്മൾ പ്രതിമകൾ, ഒരു സ്മാരകം ഉണ്ടാക്കേണ്ടത് അക്ഷരങ്ങൾ കൊണ്ടാണ്. ആശാന്റെ കവിതകൾ ഭാരതത്തിന്റെ തന്നെ മറ്റു പല ഭാഷകളിലേക്കും ലോകത്തെമ്പാടുമുള്ള ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള ഭാഷകളിലേക്കും തർജ്ജമ ചെയ്യപ്പെടാനും പഠന വിധേയമാക്കാനും ഉള്ള ഒരു സാഹചര്യം ആശാൻ അക്കാദമിയും തോന്നയ്ക്കൽ ആശാൻ സ്മാരകവും എല്ലാം ഒരുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മാത്രമാണ് നമുക്ക് കുമാരനാശാൻ എന്നുള്ള കവിയോട് നീതി പുലർത്താൻ കഴിയുക. നമ്മുടെ വരും തലമുറ സാഹിത്യമൊന്നും അധികം പഠിക്കുന്നില്ല എന്നൊരു അഭിപ്രായം ഇവിടെ പറഞ്ഞു കേട്ടു. കഴിഞ്ഞ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി യുവജനോത്സവത്തിൽ കവിതയ്ക്ക് 1ാം സമ്മാനം കിട്ടിയത് 2 വരികൾ എഴുതിയ ഒരു പെൺകുട്ടിക്ക്. വെയിൽ തണൽ എന്നൊരു വിഷയമാണ് കൊടുത്തത്. 2 വരിയെ ഒരു കുട്ടി എഴുതിയുള്ളൂ. അതിനാണ് 1ാം സമ്മാനം കിട്ടിയത്. മരം ഏറ്റുവാങ്ങുന്ന വെയിലാണ് തണൽ എന്നാണ് ആ കുട്ടി എഴുതിയത്. ആശാന്റെ ഒരു പിൻതലമുറ ഇവിടെ വളർന്നു വരുന്നുണ്ട്. അവന് ആരൊക്കെ ചവിട്ടി മെതിച്ചാലും ആശാന്റെ കവിതകളും ആശാനും നിലനിൽക്കുക തന്നെ ചെയ്യും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ഇന്നത്തെ ചടങ്ങിന് നന്ദി പറയാൻ ശ്രീ OP വിശ്വനാഥനെ ക്ഷണിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ 2 മണിക്ക് തുടങ്ങിയതാണ്. അതുകൊണ്ട് നന്ദി പ്രകാശനം ഞാൻ വലിയ കൂടുതലൊന്നും പറയുന്നില്ല. ഈ ആശാൻ അക്കാദമി സംഘടിപ്പിച്ച് ഈ ചടങ്ങ് വിജയിപ്പിക്കുവാൻ ഒരുപാട് പേര് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ കവിയരങ്ങിലെ വളരെ സജീവമായി തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാരൊക്കെ പങ്കെടുത്തു. ആ ചടങ്ങ് നിയന്ത്രിച്ച മംഗള ബാബു, MD ഗിരിജകുമാരി, ദേശാഭിമാനി ഗോപി ആ ചടങ്ങ് കവിത അവതരിപ്പിച്ച് ഇപ്പോഴും നമ്മളോടൊപ്പം നിൽക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം പൊതുസമ്മേളനത്തിൽ നമ്മളോട് സംസാരിച്ച പൂതങ്കോട് ഹരികുമാർ, സഹൃദയൻ തമ്പി സാർ, വിനോദ വിശ്വനമ്പി, MR തമ്പ, സജീവ് കൃഷ്ണ അവർ, ശ്രീ ദത്തൻ അവർ,
ശ്രീകുമാർ വിചാരബന്ധു അവർ, ശ്രീ BR രാജേഷ് അവർ, എല്ലാവർക്കും ഹൃദയത്തിൽ രേഖപ്പെടുന്നു. ഞങ്ങളോടൊപ്പം ഈ ചടങ്ങിൽ പങ്കെടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിൽ രേഖപ്പെടുന്നു. രാജേഷിന് അധികം സംസാരിക്കാൻ സമയം കിട്ടിയില്ല. പക്ഷേ അടുത്ത മാസം ഫെബ്രുവരി 4 മുതൽ നമ്മളുടെ ഈ ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ ഒരു സ്മൃതി സംഗമം സംഘടിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒരാഴ്ച കണ്ടുവരുന്ന പരിപാടിയായിരുന്നു. ആ പരിപാടിയിൽ രാജേഷിന് നന്നായിട്ട് സംസാരിക്കാൻ അവസരമുണ്ടായിരിക്കും എന്നോട് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കലും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ഹാള് നമുക്ക് തരികയും അതിനുവേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്ത ശങ്കരാനന്ദ സ്വാമികൾ പ്രത്യേകം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു. എല്ലാവർക്കും